plus 1 to 2nth term is 1 by r raised to n. കേട്ടോ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വായിക്കണം. റേഷ്യോ ഓഫ് ഫസ്റ്റ് n ടേംസ്, ആദ്യത്തെ n ടേംസും അത് കഴിഞ്ഞിട്ടോ ടു ദി സം ഓഫ് ടേംസ് ഫ്രം n plus 1 to 2n, n plus 1 മുതൽ 2n വരെയുള്ള ടേംസിന്റെ സമ്മും. ആദ്യത്തെ n ടേംസും നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ആദ്യത്തെ n ടേമിന്റെ സം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു ജി പി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ടേം അസ്യൂം ചെയ്യാം. ഫസ്റ്റ് ടേം ഈക്വൽ ടു നമ്മൾ സാധാരണ എടുക്കുന്നത് എ. ഫസ്റ്റ് ടേം ഈക്വൽ ടു എ. ഫസ്റ്റ് ടേം ഈക്വൽ ടു എ ആൻഡ് കോമൺ റേഷ്യോ. ഫസ്റ്റ് ടേം ഈക്വൽ ടു എ ആൻഡ് കോമൺ റേഷ്യോ ഈക്വൽ ടു 6. ഫസ്റ്റ് ടേം എ ആണ്, കോമൺ റേഷ്യോ 6 ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ്, സം ഓഫ് ഫസ്റ്റ് n ടേംസ്, സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ ടു എന്താ ഫോർമുല? സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ എന്താ? ആദിൽ ജമാൽ, സം ഓഫ് ഫസ്റ്റ് n ടേംസ്. പറഞ്ഞോടാ. a into r raised to n minus 1 by r minus 1. ശരി, ഓക്കെ. a into r raised to n minus 1 by r minus 1. Sum of first n terms a into r raised to n minus 1 by r minus 1. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ റേഷ്യോ ഓഫ് സം ഓഫ് ഫസ്റ്റ് n ടേംസ്. അപ്പൊ ഒരെണ്ണം ഇതാണ്. ഇന്ന് ഞാൻ ഇക്വേഷൻ 1 എന്നെല്ലാം കൊടുത്തേക്കാം. റേഷ്യോ സം ഓഫ് ഫസ്റ്റ് n ടേംസ്, അതുപോലെ തന്നെ സം ഓഫ് ടേംസ് ഫ്രം n plus 1 to 2n. n plus 1 മുതൽ 2n വരെയുള്ള ടേംസ് കേട്ടോ. n plus 1 മുതൽ 2n വരെയുള്ള ടേം. ഈ n plus 1 മുതൽ 2n വരെ എത്ര ടേം ഉണ്ടായിരിക്കും? n plus 1 മുതൽ 2n വരെ എത്ര ടേം ഉണ്ടായിരിക്കും? അതെങ്ങനെ കണ്ടുപിടിക്കാം? എത്ര ടേം ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ടേംസ് ശ്രദ്ധിച്ചിരുന്നോട്ടോ, കഴിഞ്ഞിട്ട് എഴുതാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അന്നേരം ചോദിച്ചാൽ മതി, കഴിഞ്ഞിട്ട് എഴുതാം. നമ്പർ ഓഫ് ടേംസ് ഫ്രം n plus 1 to 2n plus 1. Sorry, 2n. Number of terms from n plus 1 to 2n. ഈ n plus 1 മുതൽ 2n വരെ എത്ര ടൈം ഉണ്ട്? എത്ര ടൈം ഉണ്ട് അഫീസ? n plus 1 മുതൽ 2n വരെ എത്ര ടൈം ഉണ്ടായിരിക്കും? 2n divided by n plus 1 ആണോ? ഞാൻ ചോദിക്കട്ടെ അഫീസ, 10 മുതൽ അല്ലെങ്കിൽ 11 മുതൽ 20 വരെ എത്ര ടൈം ഉണ്ട്? 11 തൊട്ട് 20 വരെയോ? 11 മുതൽ 20 വരെ എത്ര ടൈം ഉണ്ട്? എന്താ? 9. ഒന്ന് എണ്ണിക്ക്. 11 12 10 ടൈം. 11 മുതൽ 20 വരെ 10 ടൈം. ശരി, ഞാൻ സമ്മതിച്ചിട്ടോ. 11 മുതൽ 20 വരെ 10 ടൈമാണ്. നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ വിരലിലെണ്ണി കണ്ടുപിടിച്ചു. കുറച്ചുകൂടെ വലുത് ചോദിക്കുവാണെങ്കിലോ? കുറച്ചുകൂടെ വലുത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗം എന്തായിരിക്കും? 11 മുതലാണ് ഞാൻ ചോദിച്ചോ. 11 മുതൽ 20 വരെ എങ്ങനെ കണ്ടുപിടിക്കാം ഫീസ? ലാസ്റ്റ് 20 മൈനസ് 11 കിട്ടും. 20 മൈനസ് 11 9 അല്ലേ? അതിന്റെ കൂടെ ഒന്നോടെ കൂട്ടാ, അപ്പൊ 10 ആയില്ലേ? അതിലൂടെ ഒന്നോടെയും കൂട്ടിയാൽ മതി. ഒന്നുകിൽ 20 മൈനസ് 10 കാണണം. എന്തോ സർ, ഞാൻ ഒന്നുകൂടി ജോയിൻ ചെയ്തോട്ടെ? വോയിസ് ബ്രേക്ക് ആവാം. ശരി. 20 11 മുതൽ കേട്ടോ 11 to 20 10 ടൈംസ് ഉണ്ട്. 11 മുതൽ 20 വരെ 10 ടൈംസ് ആണ്. അത് കിട്ടാനായിട്ട് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യണം, 20 മൈനസ് 11 പ്ലസ് 1 കേട്ടോ. 20 മൈനസ് 11 9 പ്ലസ് 1 ഈക്വൽ ടു 10 എന്ന് വരും കേട്ടോ. 9 പ്ലസ് 1 ഈക്വൽ ടു 10 കിട്ടും. ഇവിടെ എങ്ങനെയാണെങ്കിൽ എന്തോ അങ്ങനെയെങ്കിൽ ഇവിടെ n+1 മുതൽ 2n വരെ എത്ര ടൈം ഉണ്ടായിരിക്കും? n+1 മുതൽ 2n വരെ എത്ര അംജിത്തെ? n+1 മുതൽ 2n വരെ നമ്പർ ഓഫ് ടൈംസ്
n plus 1 2n 2n minus n plus 2n 1 മൈനസ് n plus 1 plus 1. പ്ലസ് 1 ആയിരിക്കും കേട്ടോ. 2n മൈനസ് n പ്ലസ് 1 പ്ലസ് 1 ആണ്. അല്ലെങ്കിൽ അത് വേണ്ട, ഇനി ഇങ്ങനെ മതി, കൺഫ്യൂഷൻ ആക്കണ്ട. 2n മൈനസ് n പ്ലസ് 1 പ്ലസ് 1 ഇത് എത്ര കിട്ടും? 2n മൈനസ് n മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1 പൊക്കോളും, വെട്ടിപ്പൊക്കോളും. 2n മൈനസ് n ഈക്വൽ ടു n വരും. n ടേംസ് ഉണ്ട്, n ടേംസ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അടുത്ത n ടേംസിന്റെ സം ആണ്. ഐഡിയ ക്ലിയർ ആയോ? ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യത്തെ n ടേംസിന്റെ സം നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ആദ്യത്തെ n ടേംസിന്റെ സം ഫോർമുല അനുസരിച്ച് a ഇൻറ്റു r ഈസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1. അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് n പ്ലസ് 1 മുതൽ 2n വരെയുള്ള ടേംസിന്റെ സം, n പ്ലസ് 1 മുതൽ 2n വരെയുള്ള ടേംസിന്റെ സമ്മും ആദ്യത്തേതും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ നോക്കി n പ്ലസ് 1 മുതൽ 2n വരെ എത്ര ടേം ഉണ്ട്? n പ്ലസ് 1 മുതൽ 2n വരെ ഉള്ളത് n ടേംസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത n ടേംസിന്റെ സം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ ജി പി ഒന്ന് എഴുതാം കേട്ടോ. ഈ ജി പി ഇവിടെ ഒന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് ടേം എ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഫസ്റ്റ് ടേം എ ആണ്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു തന്നെ ആസിമേ, സെക്കൻഡ് ടേം. പെട്ടെന്ന് പറയടാ. ഈ ഇതിലുള്ളതാണോ? ഇതിലുള്ളത് ഫസ്റ്റ് ടേം എ ആണെങ്കിൽ സെക്കൻഡ് ടേം എന്താന്ന്? എ പ്ലസ് എ ആർ ആണോ? എ ആർ. സെക്കൻഡ് ടേം എ ആർ. തേർഡ് ടേം എ ആർ സ്ക്വയർ. ശരി, ഇങ്ങനെ പോയി. nth ടേം എ ആർ റൈസ് ടു n. എ ആർ റൈസ് ടു n പ്ലസ് 1. n പ്ലസ് 1 അല്ലേ? ഫോർമുല ഒന്നും അറിയാൻ പാടില്ലല്ലോ ആസിമേ. nth ടേം ഓഫ് എ ജി പി എന്താ ആസിമേ? nth ടേം ഓഫ് എ ജി പി എ റൈസ് ആസിമേ നീ പഠിച്ചിട്ടില്ല കേട്ടോ. നിന്റെ പേര് ഞാൻ ഇവിടെ എഴുതി. ഞാൻ ആദ്യം ചോദിക്കേണ്ടിരുന്നതാ. എന്തൊരു അഷ്കറെ? nth ടേം ഓഫ് എ ജി പി എ ആർ റൈസ് ടു n മൈനസ് 1. എ ആർ റൈസ് ടു n മൈനസ് 1. ഇതിന്റെ സം ആട്ടോ നമ്മൾ ആദ്യം എഴുതി വെച്ചേക്കണത്. ഇതിന്റെ സം ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് n ടേംസ്, ഇതാണ് ഫസ്റ്റ് n ടേംസ്. സം ഓഫ് ഫസ്റ്റ് 10 ടേംസിന്റെ സം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ, ഇതേ മൂടി കിടപ്പുണ്ട്. ദെൻ അടുത്ത ടൈം പറഞ്ഞേ, അടുത്ത ടൈം അഷ്കറെ, അടുത്ത ടൈം. റസ്വിനെ നീ മ്യൂട്ട് ചെയ്തേ. റസ്വിൻ, അടുത്ത ടേം എന്ന് പറയുമ്പോ ഈ ജി പിയുടെ അടുത്ത ടൈം ഇപ്പൊ എ ആർ ഇസ് ടു n മൈനസ് 1 കഴിഞ്ഞാൽ അടുത്ത ടൈം എത്രയാണെന്ന്? എ ആർ റൈസ് ടു n മൈനസ് 1 ഇൻറ്റു ആർ. അത് എത്ര വരും? എ ആർ റൈസ് ടു n. എ ആർ ഇസ് ടു n. ഒന്ന് കൂടി കൂടിയല്ലേ പോണേ. ഇങ്ങോട്ട് നോക്കടാ ഇവിടെ. എ അടുത്ത് എ ആർ, പിന്നെ എ ആർ സ്ക്വയർ ആയി, പിന്നെ എ ആർ ക്യൂബായി, ഇങ്ങനെ കൂടി കൂടിയല്ലേ പോണേ. അപ്പൊ അടുത്ത് എന്ത് വരും? എ ആർ ഇസ് ടു n മൈനസ് 1 കഴിഞ്ഞാൽ എ ആർ ഇസ് ടു n വരും അല്ലെ? അടുത്ത് എന്തായിരിക്കും? അതല്ലേ പറഞ്ഞേ, എ ആർ റൈസ് ടു n എന്ന്. എ ആർ റൈസ് ടു n പ്ലസ് 1. എ ആർ റൈസ് ടു n ഇൻറ്റു ആർ. അപ്പൊ എന്ത് വരും? എ ആർ ഇസ് ടു n പ്ലസ് 1 വരും. അടുത്തതോ എ ആർ ഇസ് ടു n പ്ലസ് 2 വരും. ഇങ്ങനെ പോയി. ലാസ്റ്റ് ടൈം ഏതാ നമ്മളോട് ചോദിച്ചേക്കണത്? 2n അല്ലേ? 2n. അതേതായിരിക്കും? എ ആർ റേസ് ടു n സ്ക്വയർ മൈനസ് 1 ആണോ? n സ്ക്വയർ ഒക്കെ എവിടെ നിന്ന് വന്നേ? 2n എന്ന് പറഞ്ഞൊരു നമ്പർ അടാ. എ ആർ റൈസ് ടു 2n മൈനസ് 1. എ ആർ റേസ് ടു 2n മൈനസ് 1 ഒന്ന് കുറവായിരിക്കും എപ്പോഴും. എ ആർ റേസ് ടു 2n മൈനസ് 1. ഈ രണ്ടാമത്തെ ഇത്രയും ടൈമിന്റെ സമ്മാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വായിച്ചേ. ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും വായിച്ചേ. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് ശരിക്കും വായിച്ചോളണം. Show that ratio of
സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ ജി പി. അത് നമ്മൾ ആദ്യം എഴുതി വെച്ചു. എ ഫസ്റ്റ് ടേം ആണ്, 6 കോമൺ റേഷ്യോ ആണെങ്കിൽ ഫസ്റ്റ് n ടേംസിന്റെ സം a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r മൈനസ് 1. അത് എഴുതി വെച്ചു. അതും പിന്നെ എന്തായിട്ടുള്ള റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്? സം ഓഫ് ടേംസ് ഫ്രം n പ്ലസ് 1 ടു 2n. സം ഓഫ് ടേംസ് ഫ്രം n പ്ലസ് 1 ടു 2n. അപ്പൊ നമ്മൾ എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. n പ്ലസ് 1 മുതൽ 2n വരെ എത്ര ടേം ഉണ്ട്? n പ്ലസ് 1 മുതൽ 2n വരെ n ടേം ഉണ്ട്. അപ്പോൾ അടുത്ത n ടേമിന്റെ സം ആദ്യത്തെ, അപ്പൊ ക്വസ്റ്റിന്റെ മീനിങ് ശരിക്കും ഇതാണ്, ആദ്യത്തെ n ടേമിന്റെ സമ്മും പിന്നത്തെ n ടേമിന്റെ സമ്മും തമ്മിലുള്ള റേഷ്യോയാണ് കണ്ടുപിടിക്കേണ്ടത്. മീനിങ് ക്ലിയർ ആണോ? ആദ്യത്തെ n ടേമിന്റെ സമ്മും പിന്നത്തെ n ടേമിന്റെ സമ്മും തമ്മിലുള്ള റേഷ്യോയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പിന്നത്തെ n ടേം ഞാൻ ഇവിടെ എഴുതിട്ടോ, അതെ ആദ്യത്തെ n ടേം എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത n ടേം ഓരോ r റൂട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ നിന്നേ nth ടേം ആയപ്പോൾ AR റേസ് ടു n മൈനസ് 1 ആയി. പിന്നെ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ AR റേസ് ടു n ആണ്. പിന്നത്തെ AR റേസ് ടു n പ്ലസ് 1. അങ്ങനെ r ഓരോന്ന് കൂടി കൂടി പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്കിനി കാണേണ്ടത് ഈ രണ്ടാമത് എഴുതിയേക്കണ ജി പിയുടെ ആട്ടോ. ഈ രണ്ടാമത് എഴുതിയേക്കണ ജി പിയുടെ ഫസ്റ്റ് ടേം എന്താണ്? ഈ രണ്ടാമത്തെ, ഇതൊക്കെ സൈഡിൽ എഴുതി വെച്ചോളണം കേട്ടോ. ഈ രണ്ടാമത്തെ ജി പിയുടെ ഫസ്റ്റ് ടേം ഏതാ? ഫസ്റ്റ് ടേം റിസ്വാന, രണ്ടാമത്തെ ജി പിയുടെ ഫസ്റ്റ് ടേം AR റേസ് ടു n. AR റേസ് ടു n. കോമൺ റേഷ്യോ എന്താണ്? എന്താ മോദേ കോമൺ റേഷ്യോ? AR raised to n plus 1 by AR raised to n. എടാ അതിനൊന്നും കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താ, ഇത് ഒറ്റ ജി പി എന്നേ, ഒറ്റ ജി പിയുടെ ആദ്യത്തെ n ടൈം പിന്നത്തെ n ടൈം അങ്ങനെ എടുത്തേക്കണേ. ഒറ്റ ജി പി ആണെങ്കിൽ കോമൺ റേഷ്യോ മാറുമോ? അപ്പൊ 6 തന്നെ കേട്ടോ. കൂടുതൽ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. ഇത് ഒരൊറ്റ ജി പി ആണ്. സെയിം ഒറ്റ ജി പിയുടെ ആദ്യത്തെ n ടൈമും പിന്നത്തെ n ടൈമുമാണ് നമ്മൾ എടുത്തേക്കണത്. അതുകൊണ്ട് ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 6 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ n ടൈം ഉള്ളതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ സം പറഞ്ഞേ, സം ഓഫ് നെക്സ്റ്റ് n ടൈംസ് അല്ലെങ്കിൽ സം ഓഫ് സം ഓഫ് n പ്ലസ് 1th ടൈം അല്ലെ, സം ഓഫ് n പ്ലസ് 1th ടൈം ടു nth ടൈം, ഇത്രയും ടൈമിന്റെ സം ഈക്വൽ ടു പറഞ്ഞേ, സെയിം ഫോർമുല തന്നെ അപ്ലൈ ചെയ്ത് പറഞ്ഞേ റോസ്മരിയ, എന്തുവരും സം? അടുത്ത n ടൈമിന്റെ സം. ക്വസ്റ്റ്യനിൽ n പ്ലസ് 1th ടു 2n ആണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അടുത്ത n ടൈമിന്റെ സം എന്താണ്? A into r raised to n minus 1 divided by r minus 1. അത് ആദ്യത്തെ n ടൈമിന്റെ സം അല്ലേ? ഇവിടുത്തെ ഫസ്റ്റ് ടൈം ഏതാ? ഇവിടുത്തെ a ഏതാ? ഈ രണ്ടാമത്തെ ജി പിയുടെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ AR റേസ് ടു n അല്ലേ? ഇതല്ലേ രണ്ടാമത്തെ ജി പിയുടെ ഫസ്റ്റ്. അപ്പൊ അതുകൊണ്ട് കൊടുക്കാനായിട്ട് ഫസ്റ്റ് ടൈം AR റേസ് ടു n ഇൻറ്റു ഇനി എന്ത് വരും? AR raised to n into r raised to n minus 1 ബൈ r മൈനസ് 1. അതിന് മാറ്റമൊന്നുമില്ല. ആദ്യത്തെ ജി പിയുടെ ഫസ്റ്റ് ടൈം a ആയിരുന്നു. രണ്ടാമത്തെ ജി പിയുടെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ nth ടൈം n പ്ലസ് 1th ടൈം ആണ്. അത്ര വ്യത്യാസമുള്ളൂ. ആദ്യത്തെ ജി പിയുടെ ഫസ്റ്റ് ടൈം a ആണ്. രണ്ടാമത്തെ ജി പിയുടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് n പ്ലസ് 1th ടൈം ആണ്. അപ്പോൾ AR റേസ് ടു n വരും. ഈ രണ്ടിലുള്ള റേഷ്യോയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കേട്ടോ. ഈ രണ്ടും തമ്മിലുള്ള റേഷ്യോ കിട്ടാൻ വേണ്ടി ഡിവൈഡ് ചെയ്താൽ മതി. ആദ്യത്തേത് എന്തായിരുന്നു? a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ രണ്ടാമത്തേത് AR റേസ് ടു n ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1 ഈക്വൽ ടു, ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വേണമെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. AR റേസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1 ഇൻറ്റു എന്ത് വരും? റെസിപ്രോക്കൽ എടുക്കുമ്പോ എന്താ വിശാലെ റെസിപ്രോക്കൽ താഴ്ത്തന്റെ? r minus by AR raised to n of rn minus 1. rn മൈനസ് 1 എന്തൊക്കെ വെട്ടിപ്പോകും? r മൈനസ് 1 r മൈനസ് 1 വെട്ടിപ്പോവും. r റേസ് ടു n r റേസ് ടു n വെട്ടിപ്പോവും. എയും താഴത്തെ എയും വെട്ടിപ്പോവും. ബാക്കി മുകളിൽ 1 ഉണ്ട്, താഴെ r റേസ് ടു n ഉണ്ട്. 1 by r റേസ് ടു n. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. 1 by r റേസ് ടു n എഴുതിക്കൊള്ളുക.
ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. ആദ്യത്തെ n ടേമിന്റെ സമ്മും അത് കഴിഞ്ഞിട്ടുള്ള n ടേമിന്റെ സമ്മും തമ്മിലുള്ള റേഷ്യോ, അതാണ് ക്വസ്റ്റ്യന്റെ മീനിങ്. ആദ്യത്തെ n ടേം, അത് കഴിഞ്ഞിട്ടുള്ള n ടേം, അത് കഴിഞ്ഞിട്ടുള്ള n ടേം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് ടൈം AR:n ആവും. വേറെ വ്യത്യാസമൊന്നുമില്ല, കോമൺ റേഷ്യോ ഒക്കെ സെയിം ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/R:n ആൻസർ കിട്ടും. മുകളിലെ കാണിക്കാം. ഏതാ മുകളിലെ സാറേ, അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കണ AR:n+1 AR:n+n+1 ടേം ടു 2nth ടേം എന്നല്ലേ? അപ്പൊ നമ്മൾ എന്താ ഇവിടെ AR:n സ്റ്റാർട്ട് ചെയ്ത് മനസ്സിലായി? n+1 ടേമിന്റെ ഫോർമുല എന്താ? nth ടേം എന്താ? ഓക്കെ സാർ, ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ആ, സാറേ എനിക്ക് മനസ്സിലായില്ല അവിടെ മറ്റേത് എടുക്കാൻ കാരണം എന്നാണ്. ടേമിന്റെ എന്തിനാ കണ്ടുപിടിച്ചത്? എനിക്ക് നീ ചോദിച്ചത് മനസ്സിലായില്ല. അതല്ല, n+1 തൊട്ട് 2n അല്ല ചോദിച്ചേ? അതെ. അപ്പോ എന്തിനാ ഇതിന്റെ കണ്ടുപിടിച്ചത്? എന്നിന്റെ കണ്ടുപിടിച്ചത്? എടാ, n+1 ടേം എന്താന്നൊന്ന് പറഞ്ഞേ. ജിപിയുടെ n+1 ടേം എന്താ? n+1 എന്ന് പറഞ്ഞാ nth ടേം കഴിഞ്ഞിട്ട്. അത് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഫോർമുല എന്താ? nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? അപ്പോ ഓരോ ഒന്ന് കൂടി കൂടി വരും. കിട്ടിയോ? ഇന്ന് തന്നെ ചെയ്തു നോക്കണം കേട്ടോ. കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമല്ല. ഇന്ന് തന്നെ ചെയ്ത് മനസ്സിലാക്കി വെക്കണം, പിന്നീടത്തേക്ക് അത് മറന്നു പോകും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോളണം കേട്ടോ. എന്തെങ്കിലും ക്ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ കൂട്ടിച്ചേർത്തോളണം. പിന്നീട് നോക്കുമ്പോൾ വേണ്ട എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വെച്ചോളുക. കഴിഞ്ഞോ മക്കളെ? കഴിഞ്ഞെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 25. ക്വസ്റ്റ്യൻ നമ്പർ 25. A, B, C and D are in GP. 4 നമ്പർ കേട്ടോ. A, B, C and D are in GP. Show that. 4 നമ്പർ GP ആണെങ്കിൽ ആ തന്നിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 4 നമ്പർ GPയിലാണെങ്കിൽ ആ തന്നിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. കഴിഞ്ഞില്ല എല്ലാവരും? ക്വസ്റ്റ്യൻ നമ്പർ 25. നമുക്ക് തന്നിരിക്കുന്നത് A, B, C, D are in GP എന്നാട്ടോ മക്കളെ. A, B, C, D 4 നമ്പർ ആർ ഇൻ GP. 4 നമ്പർ ജോമെട്രി പ്രോഗ്രഷനിലാണ് തന്നിട്ടുണ്ട്. ഓർഡറിലാണ് കേട്ടോ. 4 നമ്പർ ജോമെട്രി പ്രോഗ്രഷനിലാണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ A, ഫസ്റ്റ് ടൈം A തന്നെ. ഈ ബിക്ക് എന്ത് പേര് കൊടുക്കാം? അല്ലെങ്കിൽ ബിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ബിക്ക് പകരം എന്തായിരിക്കും ജമീലത്തെ? ബിക്ക് പകരം എന്ത് എഴുതാം? ആദ്യത്തെ നമ്പർ A, ബിക്ക് പകരം AR. ബിക്ക് പകരം നമുക്ക് AR എന്ന് കൊടുക്കാം. AR. സിക്ക് പകരം ജമീലത്തെ AR². ഓക്കെ. ലാസ്റ്റ് ഡിക്ക് പകരം AR³ കേട്ടോ. 4 നമ്പർ നമ്മൾ ഇങ്ങനെ പേര് കൊടുത്തു. ആദ്യത്തെ A എന്ന് പറഞ്ഞാൽ A തന്നെ, ഫസ്റ്റ് ടൈം.
ബിക്ക് AR, സിക്ക് പകരം AR സ്ക്വയർ, ഡിക്ക് പകരം AR ക്യൂബ്. ഓക്കെ, 4 GPയിലാണ് കേട്ടോ, GPയിലാണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഇത് GPയിലാണെങ്കിൽ ഷോ ദാറ്റ് ഒരു ഇക്വേഷൻ തന്നേക്കുമല്ലേ, ആ ഇക്വേഷന്റെ LHSഉം RHSഉം വേറെ വേറെ കണ്ടുപിടിച്ചിട്ട് ഈക്വൽ എന്ന് പറയാം കേട്ടോ. ആദ്യം LHS കണ്ടുപിടിക്കാം. ഒപ്പം ചെയ്തു പോരെ കേട്ടോ, ഒപ്പം ചെയ്തു പോരെ. LHS നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ ഇൻറ്റു B സ്ക്വയർ പ്ലസ് C സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. A സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് തന്നെ A സ്ക്വയർ. B സ്ക്വയറോ, ആ ABCDക്ക് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ B സ്ക്വയർ എന്തായിട്ട് മാറും? എന്താവും ഫെൻസ? B സ്ക്വയർ B സ്ക്വയർ പ്ലസ് C സ്ക്വയർ പ്ലസ് D സ്ക്വയർ. സർ ക്വസ്റ്റ്യന് വ്യത്യാസമുണ്ട്. A സ്ക്വയർ പ്ലസ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ ഇൻറ്റു B സ്ക്വയർ പ്ലസ് C സ്ക്വയർ പ്ലസ് D സ്ക്വയർ എന്നാ. ലാസ്റ്റ് D സ്ക്വയർ ആണ് അല്ലെ ഇവിടെ അല്ലേ? ശരി, ഞാൻ എഴുതി മാറിപ്പോയത്. അത് ആ എന്റെ ടെക്സ്റ്റിനകത്ത് ആ ബ്രാക്കറ്റ് അങ്ങ് കയറി വന്നേക്കും, അതുകൊണ്ട് കാണാണ്ട് പോയതാ കേട്ടോ. ആ ബ്രാക്കറ്റ് ഡിഗ്രി ഇതിന്റെ മുകളിൽ കൂടെ പോയിക്കണം, അപ്പൊ കാണാണ്ട് സർ പിന്നെ പോയതാ. ഈക്വൽ ടു AB അല്ലേ? ഇന്ത്യയിലെ AB എന്നാ. AB പ്ലസ് BC പ്ലസ് AD അല്ല CD അല്ലെ? ഓക്കെ, ഞാൻ എഴുതി മാറിപ്പോയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ എഴുതിയില്ലല്ലോ. ഇല്ല, AB പ്ലസ് BC പ്ലസ് CD എന്നാണ് കേട്ടോ. ഓക്കെ, അങ്ങോട്ട് വന്നോളൂ, റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വന്നോളൂ കേട്ടോ. ലെഫ്റ്റ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് രണ്ടും ഈക്വൽ ആണെന്ന് പറയണം. ഓക്കെ, ഫെൻസയുടെ ആൻസർ ഞാൻ കേട്ടില്ലായിരുന്നു. AR സ്ക്വയർ. AR സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? AR ദ ഹോൾ സ്ക്വയർ ആണ്, അതിനെങ്ങനെ എഴുതാം? ഒരു സ്റ്റെപ്പ് കുറയ്ക്കാം. AR സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? AR ദ ഹോൾ സ്ക്വയർ അത് എത്രയാണെന്ന്? AR into AR. അത് എത്രയത്? AR into AR എങ്ങനെ എഴുതാം? 2AR. അല്ല, ഒന്നുമില്ല. AR into AR 2AR ആ. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ നല്ല കൂട്ടുവാണോ ഫെൻസ? അല്ല, AR സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A സ്ക്വയർ ഇൻറ്റു R സ്ക്വയർ ആണ്. AR ന്റെ സ്ക്വയർ A സ്ക്വയർ ഇൻറ്റു R സ്ക്വയർ. അപ്പൊ B സ്ക്വയറിന് പകരം A സ്ക്വയർ R സ്ക്വയർ ആവും. ദെൻ പ്ലസ് C സ്ക്വയർ. C എന്ന് പറഞ്ഞാൽ AR സ്ക്വയർ ആട്ടോ, അതിന്റെ സ്ക്വയർ എന്ത് വരും? AR സ്ക്വയറിന്റെ സ്ക്വയർ ഫിദ? അത് എത്രയാന്ന് പറ. ഇനി അതൊക്കെ നിങ്ങൾ എത്രയാന്ന് പറയണം. ഇനി അങ്ങനെ ഓരോന്നും ചോദിച്ചോണ്ടിരിക്കുന്ന പരിപാടിയില്ല. അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞോളണം. എയുടെ സ്ക്വയർ A സ്ക്വയർ, R സ്ക്വയറിന്റെ സ്ക്വയർ R സ്ക്വയറിന്റെ സ്ക്വയർ R സ്ക്വയർ തന്നെയാ. R⁴ ഇൻറ്റു, അപ്പോൾ A സ്ക്വയർ B AR ആണ്, അതിന്റെ സ്ക്വയർ A സ്ക്വയർ R സ്ക്വയർ. C എന്ന് പറഞ്ഞാൽ A R സ്ക്വയർ ആണ്, അപ്പോൾ A സ്ക്വയർ R⁴ ആയി. ഇൻറ്റു B സ്ക്വയർ പ്ലസ് C സ്ക്വയർ പ്ലസ് D സ്ക്വയർ. ആരാ പറഞ്ഞെന്നെ? അറിഞ്ഞാൽ സഫേ B സ്ക്വയർ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. C സ്ക്വയർ എഴുതിയിട്ടുണ്ട്. A സ്ക്വയർ R⁴ പ്ലസ് D സ്ക്വയർ പറഞ്ഞല്ലോ. A സ്ക്വയർ R⁶ ഈക്വൽ ടു 8 ഒക്കെ അവിടെ നിന്ന് എവിടെ? 8 എന്ന് ഞാൻ എഴുതിയിട്ടില്ലോടാ. A സ്ക്വയർ 8⁴ നീ അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. നീ ആലോചിച്ച് നോക്ക്, കണ്ട് കിട്ടുവാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഞാൻ അത് പറയണില്ല. ശരി, കിട്ടിക്കഴിയുമ്പോ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഈ ഫസ്റ്റ് ബ്രാക്കറ്റിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ നോക്കി. ഫസ്റ്റ് ബ്രാക്കറ്റിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം നമുക്ക്? എന്താ ആൽഫിയ സുനീറെ, ഫസ്റ്റ് ബ്രാക്കറ്റിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് കിട്ടും? ആൽഫിയ സുനീർ A സ്ക്വയർ. ശരി, ഫസ്റ്റ് ബ്രാക്കറ്റിൽ നിന്ന് A സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്തിലെന്ന് പറഞ്ഞേ?
ബാക്കി എന്ത് വരും? എ സ്ക്വയർ ഇനി ഇവിടെ ബാക്കി എന്തുണ്ടെന്ന്? എ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ട്? എന്താ മൂവാതെ? 1 plus r square plus r raised to 4. ഓക്കെ ഗുഡ്. 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ റേസ് ടു 4. രണ്ടാമത്തെ ബ്രാക്കറ്റിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? അസ്ലം റഷീദെ, രണ്ടാമത്തെ ബ്രാക്കറ്റിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? എസ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. ഒന്നോട് സൂക്ഷിക്കുക. എസ് സ്ക്വയർ മാത്രമേ ഉള്ളൂ എന്നാ? ആർ എടുക്കാൻ പാടില്ലേ? ആർ സ്ക്വയർ. എ സ്ക്വയർ ആർ സ്ക്വയർ എടുക്കാൻ പാടില്ലേ? എ സ്ക്വയർ ആർ സ്ക്വയർ എടുക്കാം കേട്ടോ. എ സ്ക്വയർ ആർ സ്ക്വയർ കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്തുണ്ടെന്ന് പറഞ്ഞിടാ? 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ റേസ് ടു 4. 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ റേസ് ടു 4 ഈക്വൽ ടു ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം കേട്ടോ. ഇവിടെ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എ റേസ് ടു 4 ആകും. ശരിയല്ലേ? എ സ്ക്വയറും എ സ്ക്വയറും മൾട്ടിപ്ലൈ എ റേസ് ടു 4. പുറത്തൊരു ആർ സ്ക്വയർ ഉണ്ട്. ആർ സ്ക്വയർ ഇനി നോക്കിയേ. 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ റേസ് ടു 4 രണ്ടു പ്രാവശ്യമില്ലേ? അപ്പൊ അതിന്റെ സ്ക്വയർ എന്നായില്ലേ? നോക്കി LHS എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എ റേസ് ടു 4 ആയി. ഒരു ആർ സ്ക്വയർ ഉള്ളൂ, അത് അതുപോലെ എഴുതി. 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ റേസ് ടു 4 രണ്ടു പ്രാവശ്യം ഉണ്ട്, അതിന്റെ സ്ക്വയർ ആയി. അംജിത്ത് നിന്റെ 8 കിട്ടിയോടാ? കിട്ടി. ശരി. ഇനി RHS കാണാം കേട്ടോ. RHS AB plus BC plus CD the whole square. AB plus BC plus CD the whole square. ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. A into B എന്ത് വരും? AB എന്ത് ഇർഫാനെ? AB A into B ഇർഫാനെ എയും ബി മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞതാ. പെട്ടെന്നാവട്ടെ. കിട്ടുന്നില്ല. ഹാഷിമേ എ ബി അത് എത്ര രൂപ മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞോ? ഇനി നമ്മൾ അങ്ങനെ എഴുതണ്ടെന്നേ. അതിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. എ സ്ക്വയർ ആർ. ശരി. ബി സിയോ ഹാഷിമേ? ബിയും സി മൾട്ടിപ്ലൈ ചെയ്താലോ? അതെങ്ങനെയാടാ? ബിയും സിയും മൾട്ടിപ്ലൈ ചെയ്താൽ ബി എത്രയാ? ബിയും സി അല്ലേ? ബി AR അല്ലേ? അതെ. ഞാൻ ഒന്ന് മൊത്തം പറഞ്ഞു. ഞാൻ ഇവിടെ എഴുതിക്കോളാം, അതാണ് നല്ലത്. ഞാനേ ഇവിടെ എഴുതിക്കോളാം. ആയത്തോട്ട് പറഞ്ഞോ. A ഇൻറ്റു AR അല്ലേ ആയത്തത്? പ്ലസ് അടുത്ത പറഞ്ഞോ. ബിയും സിയും പറഞ്ഞേ. ബിയും സിയും പറഞ്ഞേ. ബി AR സിയോ? ഹാഷിമോടെ AR സ്ക്വയർ പ്ലസ് സി പറഞ്ഞേ. AR സ്ക്വയർ ഇൻറ്റു AR ക്യൂബ്. ശരി. ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. AB പ്ലസ് BC പ്ലസ് CD ദ ഹോൾ സ്ക്വയർ. ഇനി പറഞ്ഞേ ഹാഷിമേ മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ. A സ്ക്വയർ ആർ പ്ലസ് A സ്ക്വയർ ആർ ക്യൂബ് ആണ്.
ആർ ക്യൂബാടാ പ്ലസ് a square r raised to 5 5 the whole square equal to സ്ക്വയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് ആ ബ്രാക്കറ്റിനകത്തുനിന്ന് എന്ത് കോമൺ ആയിട്ട് എടുക്കാൻ നോക്കി. ആ ബ്രാക്കറ്റിനകത്ത് എന്ത് കോമൺ ആയിട്ട് കിട്ടും? എന്ത് കിട്ടും ആൽഫിയ അറിയേ? സ്ക്വയർ മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട്. ആറ് എടുക്കാം. എ സ്ക്വയർ ആർ എടുക്കാൻ പാടില്ലേ? എ സ്ക്വയർ ആർ ഇൻറ്റു ബാക്കി എന്തുണ്ടെന്ന് പറഞ്ഞേ? 1 plus r cube plus 1 plus r ക്യൂബ് ഉണ്ടോ? r square. ഒരു ആറ് പുറത്തേക്ക് മാറ്റിയില്ലേ? എ സ്ക്വയറും പുറത്തേക്ക് പോയി, ഒരു ആറും പുറത്തേക്ക് പോയി. പിന്നെ അടുത്ത് ബാക്കി എന്തുണ്ട്? r raised to 4. r raised to 4 ഇതിന്റെ ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. ഹോൾ സ്ക്വയർ. അപ്പൊ ഒന്ന് സ്ക്വയർ ചെയ്ത് പറഞ്ഞു ഇതിനെ. ആര് പറയും സ്ക്വയർ ചെയ്ത്? പറഞ്ഞ അംജിത്തെ സ്ക്വയർ ചെയ്ത് പറഞ്ഞോ. ഓരോ ടൈമിനെ സ്ക്വയർ ചെയ്ത് പറഞ്ഞോ. a raised to 4 r square r raised to 4 അത് എവിടുന്നതാ? എ സ്ക്വയറിന്റെ സ്ക്വയർ എ റേസ്റ്റ് 4 ആറിന്റെ ആർ സ്ക്വയർ. ഇനി എന്നതാ? 1 square. എടാ അത് ഒറ്റ ടൈമാടാ. ബ്രാക്കറ്റ് കഴിഞ്ഞ എന്റെ ഓരോന്നിന്റെ സ്ക്വയർ ഇടാൻ പറ്റില്ല. അതൊരു ഒറ്റ ടൈമാ. 1 plus r square plus r raised to 4 ഒരു ടൈമാണ്, അതിന്റെ സ്ക്വയർ. അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. ഓരോ ടൈമിന് സ്ക്വയർ ഇടാൻ പാടില്ല കേട്ടോ. മൊത്തത്തിൽ അതിന്റെ സ്ക്വയർ. രണ്ടും ഒന്നല്ലേ കിട്ടിയെന്ന് നോക്കിയേ. ഇക്വേഷൻ 1 LHS കിട്ടിയത് ഞാൻ ഇക്വേഷൻ 1 കിട്ടി. RHS ഇക്വേഷൻ 2 എന്നും കൊടുത്തു. ഫ്രം 1 and 2 LHS equal to RHS. LHS ഉം RHS ഉം സെയിം ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. 26 അത് എളുപ്പാട്ടോ. 26 എളുപ്പമാണ്. ഒരു ചെറിയ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം. ഇൻസേർട്ട് 2 numbers between 3 and 81. 3യുടെയും 81ന്റെയും ഇടയ്ക്ക് 2 നമ്പർ കണ്ടുപിടിക്കണം കേട്ടോ. ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക, 2 നമ്പർ കണ്ടുപിടിക്കാം. സോ ദാറ്റ് റിസൾട്ടിംഗ് സീക്വൻസ് ഈസ് ഇൻ GP. ആ സീക്വൻസ് GP ആവണം. പറഞ്ഞ മനസ്സിലായോ? 3യുടെയും 81ന്റെയും ഇടയ്ക്ക് 2 നമ്പർ കണ്ടുപിടിക്കണം. 3യുടെയും 81ന്റെ ഇടയ്ക്ക് 2 നമ്പർ കണ്ടുപിടിക്കുക. ആ സീക്വൻസ് ഒരു GP ആവുകയും വേണം. ഞാൻ തൽക്കാലം ഇങ്ങനെ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 26. ലെറ്റ് ഞാൻ A2, A3 എടുത്തിട്ടോ. വേറെ മാറ്റിയെടുക്കണോ? G1 G2 ഇങ്ങനെ തൽക്കാലം A2, A3 be the terms. ഞാൻ A2 A3 എടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ടൈം 3 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. 3 ഈ 3യുടെയും 81ന്റെയും ഇടയ്ക്ക് 2 ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണത്. A2 A3. അതായത് അവിടെ സെക്കൻഡ് ടൈമും തേർഡ് ടൈമും കിട്ടണം. പറഞ്ഞു മനസ്സിലായോ? 3യുടെയും 81ന്റെയും ഇടയ്ക്ക് ക്വസ്റ്റ്യൻ മീനിങ് അതാണ്. 3യുടെയും 81ന്റെയും ഇടയ്ക്ക് 2 നമ്പറുകൾ കണ്ടുപിടിക്കുക. ആ നമ്പർ കണ്ടുപിടിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഈ 4 നമ്പർ എന്താവണം? ഒരു GP ആവണം. അപ്പൊ ഞാൻ 3യുടെയും 81ന്റെ ഇടയ്ക്ക് 2 നമ്പർ ഞാൻ A2 A3 എന്ന് എടുത്തു കേട്ടോ. A2 A3 എന്ന് അസ്യൂം ചെയ്തു. എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. G1 G2 എന്ന് ചിലർ അങ്ങനെയാണ് കൊടുക്കണത്. G1 G2 എന്ന് കൊടുക്കും. എന്ത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. 3യുടെയും 81ന്റെ ഇടയ്ക്ക് 2 നമ്പർ എടുത്തു. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് ടൈം അറിയാലോ മക്കളെ. ഫസ്റ്റ് ടൈം ഏതാണ്? A equal to 3 ആണ്. ഇനി കോമൺ റേഷ്യോ കിട്ടിയാൽ മതി കേട്ടോ. പോരെ? ഫസ്റ്റ് ടൈം 3 ആണ്. കോമൺ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 2 ടൈം നമുക്ക് കണ്ടുപിടിക്കാം. ആ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് മാർഗം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നോക്കിയിട്ട് പറയാമോ? ഫസ്റ്റ് ടൈം 3 ആണ്.
അടുത്ത 2 ടേം, 4ാമത്തെ ടേം അവിടെ തന്നിട്ടുണ്ട് അല്ലേ? 3ന്റെയും 81ന്റെയും ഇടയ്ക്കുള്ള 2 ടേമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 81 എന്ന് പറഞ്ഞാൽ 4ാമത്തെ ടേം അല്ലേ? 4th ടേം അല്ലേ അത്? 4th ടേമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം ആതിര? 81/3 ആണോ? അതെങ്ങനെയാ ആതിര കിട്ടിയത്? ന് കുറച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഉത്തരം പറയാനായിട്ട്. മെറിൻ സർ A2/3 ആണോ? A2 നമുക്ക് അറിയാൻ പാടില്ല മോളെ. പിന്നെ A2/3 എടുത്തിട്ട് കാര്യമില്ല. A3/A2 എടുത്തിട്ടും കാര്യമില്ല. A2/3 എത്രയാണെന്ന് അറിയാമോ? അറിയാൻ പാടില്ലല്ലോ. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് A2/3 അറിയില്ല. അത് വെച്ചുകൊണ്ടും ചെയ്യാൻ പറ്റില്ല. വേറെ എന്ത് മാർഗം സ്വീകരിക്കാം? എന്ത് ചെയ്യും മിർസ? Sir, AR raised to n-1 from the AR raised to AR cube is equal to 81. AR cube equal to 81. AR cube equal to 81. അതായത് നമുക്ക് ഇവിടെ തന്നേക്കണം നോക്കി. തന്നിരിക്കുന്നത് 4th ടേം അല്ലേ? ഈ 81 എന്ന് പറയുന്നത് 4th ടേം ആണ്. അതായത് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 3ന്റെയും 81ന്റെയും ഇടയ്ക്ക് 2 നമ്പർ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കണത്. 3ന്റെയും 81ന്റെയും ഇടയ്ക്ക് 2 നമ്പർ എന്ന് പറയുമ്പോൾ 81 എന്ന് പറഞ്ഞത് 4ാമത്തെ ടേം ആയില്ലേ? മനസ്സിലായോ? 3 1ാമത്തെ ടേം. 3 1ാമത്തെ ടേമാണ്. ഇടയ്ക്കുള്ള 2 നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ 2ാമത്തേതും 3ാമത്തേതും. ഈ 81 എത്രാമത്തെ ടേമായി? 81 4ാമത്തെ ടേമാണ് കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു കാര്യത്തിൽ നിന്നാണ് ബാക്കി ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ A4 ഈക്വൽ ടു ആണ് 81. A4 ഈക്വൽ ടു 81. അതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളണം കേട്ടോ. പിന്നീട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചോളണം. A4 കാണാനുള്ള മാർഗം എന്താണ്? AR ക്യൂബ് ആണ്. AR ക്യൂബ് ഈക്വൽ ടു 81. A3 എന്ന് തന്നിട്ടുണ്ട്. 3 into R ക്യൂബ് ഈക്വൽ ടു 81. അപ്പോൾ R ക്യൂബ് എത്ര വരും? R ക്യൂബിന്റെ വാല്യൂ എത്ര വരും ഫർഹാനെ? R cube 81/3 ഇല്ലേ? അത് എത്രയാടാ? ആൻസർ പറഞ്ഞോ. 27 കേട്ടോ. R ക്യൂബ് ഈക്വൽ ടു 27. അങ്ങനെയാണെങ്കിൽ R എത്രയാണ്? R ഈക്വൽ ടു R ക്യൂബ് 27 ആണെങ്കിൽ R-ന്റെ വാല്യൂ എത്ര റിസ്വിനെ? R ക്യൂബ് 27 ആണെങ്കിൽ R റിസ്വിൻ മറ്റേ R equal to 27/1/3 അല്ലേ? അതെ, 27/1/3 ആണ്. അത് എത്രയാണെന്ന് പറഞ്ഞോ? 27/1/3 എത്രയാ? എടാ 27 എങ്ങനെ കിട്ടുന്ന ഏത് നമ്പറിന്റെ 3 പ്രാവശ്യം 9 into 9 into 9 9 into 9 into 9 27 ആണോ? 9 into 9 into 9 27 ആണോടാ? 3 ഈക്വൽ ടു കേട്ടോ. അപ്പോൾ R ഈക്വൽ ടു 3. R ഈക്വൽ ടു 3 നീട്ടി. ഫസ്റ്റ് ടൈം 3 ആണ്. R ഈക്വൽ ടു 3. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. 2 ടേം, അതായത് 3ന്റെയും 81ന്റെയും ഇടയ്ക്കുള്ള 2 ടേം. 3ന്റെയും 81ന്റെയും ഇടയ്ക്ക് 2 ടേം എന്ന് പറയുമ്പോൾ 3 1ാമത്തെ ടേമായി. 81 എന്നുള്ളത് 4ാമത്തെ ടേമാണ്. 4ാമത്തെ ടേം കേട്ടോ. ആ കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 4th ടേം. അപ്പൊ ആറും കിട്ടി, എയും കിട്ടി. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാം. A2 ഈക്വൽ ടു AR 3 into 3 ഈക്വൽ ടു 9. A3 ഈക്വൽ ടു 9 into 3 ചെയ്താൽ മതിയല്ലോ. ഇനി 9 into 3 ഈക്വൽ ടു 27.
ശരിക്കും വരുന്ന ജി പി അത് എഴുതണ്ട കേട്ടോ. ഇത്ര മതി ആൻസർ ആയി. ജി പി വരുന്നത് ഏതാന്ന് നോക്കി. 3, 9, 27, 81 എന്ന് വരും. ഇത് ജി പി അല്ലേ? 3 into 3 9, 9 into 3 27, 27 into 3 81. അതൊരു ജി പി ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ അതിലുണ്ടല്ലോ. ഇടയ്ക്ക് ഇപ്പൊ 10ന്റെയും 100ന്റെയും ഇടയ്ക്ക് 3 ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? 10ന്റെയും 100ന്റെയും ഇടയ്ക്ക് 3 ടൈം കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ 10 എത്രാമത്തെ ടൈം ആയിരിക്കും? 10ന്റെയും 100ന്റെയും ഇടയ്ക്കുള്ള 3 ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എടുക്കും? ഫെൻസ? 10 ആ 100 A4 എടുക്കും. അപ്പോ A into R raised to 3. അതെങ്ങനെ A4 വന്നേ? 10ന്റെയും 100ന്റെയും ഇടയ്ക്ക് 3 ടൈം കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞത്. 10ന്റെയും 100ന്റെയും ഇടയ്ക്ക് 3 ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 100 എത്രാമത്തെ ടൈമാ? അഞ്ചാമത്തെ ടൈം അല്ലേ? അഞ്ചാമത്തെ ടൈം. A5 എടുത്ത് ചെയ്യണം കേട്ടോ. ഓക്കെ. ബ്രേക്കിന് ശേഷം കൃത്യം 6:30 ജോയിൻ ചെയ്യുക കേട്ടോ. 6:30. പറഞ്ഞാ 25ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരും. തുടക്കം LHSന്റെ 25. ഞാൻ വെച്ചിട്ടോ 25ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. കുറച്ചുകൂടെ താത്തു. തുടക്കം പോലെ മതി. മതിയോ? അല്ല, അടിയിലോട്ട് താത്തിക്കണം. നിനക്ക് താഴ്ത്തിയാണോ വേണ്ടേ മുകളിലത്തെയാണോ വേണ്ടേ? LHSന് ആ സ്റ്റെപ്പ് ശേഷമുള്ള RHSന് LHSന്റെ തുടക്കത്തിൽ സ്റ്റെപ്പിന് ശേഷമുള്ള മതി. LHSന്റെ തൊട്ടുള്ളത് കിടക്കണോ? LHS തൊട്ടിലേക്ക് കിടക്കണേ പോടല്ലേ? ശരി.
Okay. Video നോക്കി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 27 കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 27. Find the value of n. Find the value of n so that a raised to n plus 1 plus b raised to n plus 1 by a raised to n plus b raised to n may be the geometric mean between a and b. May be the geometric mean between a and b. എയും ബിയുടെയും ഇടയ്ക്ക് ജോമെട്രിക് മീൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട് കേട്ടോ. എയുടെയും ബിയുടെയും ജോമെട്രിക് മീൻ എന്താണെന്നൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. ജോമെട്രിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ക്വസ്റ്റ്യൻ നമ്പർ 27. എന്താ അത്? ജോമെട്രിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എന്താണ്? എന്താ ഫാത്തിമ? സർ ആവറേജ് ആണോ? a plus b by 2 അങ്ങനെയാണോ? അല്ലല്ല, അതല്ല. നമ്മളിത് എഴുതിയിട്ടില്ലേ? ജോമെട്രിക് മീൻ എഴുതിയിട്ടില്ലേ? ഇല്ല ഇല്ലില്ല, എഴുതിയിട്ടില്ല അല്ലെ? ശരി ശരി. അങ്ങനെയാണ് നമുക്കൊരു കാര്യം ഒരു നോട്ടായിട്ട് അവിടെ എഴുതി വെക്കാം. ജോമെട്രിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. അതായത് നമ്മൾ ജോമെട്രിക് മീൻ ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. ആ മൂന്ന് നമ്പേഴ്സ് എ ബി സി. ഇവിടെ ബിയും ബി ആയിപ്പോയില്ലേ? ശരി, ഇങ്ങനെ ആയിക്കോട്ടെ. എ എക്സ് ബി. ഈ മൂന്ന് നമ്പർ ജി പിയിലാണെങ്കിൽ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ല, പേര് പറഞ്ഞിട്ടില്ലെന്നുള്ളൂ. എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻ പറഞ്ഞിട്ടില്ലേ ഈ മൂന്ന് നമ്പറുകളും തമ്മിൽ, എയും എക്സും ബിയും, എയും എക്സും ബിയും. ആ മൂന്ന് നമ്പറുകൾ ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ എന്താണ്? എന്താ ഈ മൂന്ന് നമ്പർ തമ്മിലുള്ള റിലേഷൻ ഫാത്തിമ? എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ബി. എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ബി. അപ്പൊ അതിനകത്ത് ഈ നടുക്കുള്ള നമ്പർ എക്സ് എന്താണ്? റൂട്ട് എ ബി. റൂട്ട് എ ബി ആണ് കേട്ടോ. ഇതാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ജോമെട്രിക് മീൻ ഈക്വൽ ടു റൂട്ട് എ ബി ആണ്. മനസ്സിലായോ? മൂന്ന് നമ്പറുകൾ ജി പിയിലാണെങ്കിൽ ആ നടുക്കുള്ള നമ്പറിനാണ് ജോമെട്രിക് മീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ എഴുതാവുന്നില്ല കേട്ടോ. ഇവിടുന്ന് ഏതായാലും ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ എഴുതി പോകണ്ടല്ലോ, അതായാലും മതി. അപ്പൊ ജോമെട്രിക് മീൻ രണ്ട് നമ്പറിന്റെ അരിത്തമെറ്റിക് മീൻ ആണെങ്കിലോ, രണ്ട് നമ്പറിന്റെ അരിത്തമെറ്റിക് മീൻ ആണെങ്കിൽ എന്താണ്? അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴിഞ്ഞ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അരിത്തമെറ്റിക് മീൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അരിത്തമെറ്റിക് മീൻ എ ബി രണ്ട് നമ്പർ, എയുടെയും ബിയുടെയും അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. അത് നമുക്കിപ്പോ തൽക്കാലം ഇല്ല കേട്ടോ. അത് എ പിയിലാണ് വരുന്നത്, എ പി നമുക്കില്ല. അതുകൊണ്ടാണ് അതും അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ഒഴിവാക്കും കേട്ടോ തൽക്കാലം. അരിത്തമെറ്റിക് മീൻ നമ്മുടെ എ പിയിലാണ് വരുന്നത്. അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ? ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എങ്ങനെയായിരിക്കും അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണേ? എങ്ങനെയായിരിക്കും അർജുനെ അരിത്തമെറ്റിക് മീൻ? n plus b അല്ലേ? n plus b. an പ്ലസ് ബിയോ? എന്തായിരിക്കും റോസ്മരിയ അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി? പഠിച്ചിട്ടുണ്ട്, മറന്നുപോയി. ആരാ ഓർക്കണേ? ഓർമ്മയുള്ള ആരുള്ള ഈ കൂട്ടത്തില്? അഫീസക്ക് എന്തോ ഒരു ഓർമ്മയുണ്ടല്ലോ. അഫീസ a plus b by 2 ആണോ? a plus b by 2 ഉണ്ടോ? a plus b by 2 ആണ് അരിത്തമെറ്റിക് മീൻ. ഈ എയുടെയും ബിയുടെയും ജോമെട്രിക് മീൻ ആണെങ്കിൽ എന്താണ്? റൂട്ട് എ ബി ആണ് കേട്ടോ. എയുടെയും ബിയുടെയും ജോമെട്രിക് മീൻ റൂട്ട് എ ബി ആണ്. എയുടെയും ബിയുടെയും ജോമെട്രിക് മീൻ റൂട്ട് എ ബി. അരിത്തമെറ്റിക് മീൻ ആണ് a plus b by 2. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. GM between A and B. GM between A and B equal to root AB ആണ് കേട്ടോ. എയുടെയും ബിയുടെയും ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് റൂട്ട് എ ബി ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്താ തന്നേക്കണത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. എന്നിന്റെ വില കണ്ടുപിടിക്കണം. സോ ദാറ്റ് a raised to n plus 1 plus b raised to n plus 1, a raised to n plus 1 plus b raised to n plus 1 divided by a raised to n
plus b raised to n. A raised to n plus 1 plus b raised to n plus 1 divided by a raised to n plus b raised to n may be the geometric mean between a and b എന്ന് പറഞ്ഞേക്കണം. ഇത് എയുടെയും ബിയുടെയൊക്കെയുള്ള geometric mean ആണ്. അതായത് റൂട്ട് എ ബി ആണ് ഇതെന്ന് പറഞ്ഞ് മനസ്സിലായോ? a raised to n plus 1 plus b raised to n plus 1, a raised to n plus 1 plus b raised to n plus 1 divided by a raised to n plus b raised to n is the geometric mean between a and b. A യുടെയും b യുടെയും geometric mean ആണെന്ന്. അതായത് this is equal to root ab ആണെന്ന് അർത്ഥം. ഇത്ര ഓക്കെ ആണോ? A യുടെയും b യുടെയും ഇടയ്ക്ക് geometric mean ആണ് root ab എന്ന് പറയുന്നത്. ആ geometric mean ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം കേട്ടോ. ഇത് വെച്ചുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യണം, വേറെ ഒന്നുമില്ല. n-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സിംപ്ലിഫിക്കേഷൻ ഞാൻ ചെയ്യാം, കണ്ടിരുന്നോളുക. ഞാൻ ആദ്യം ഈ റൂട്ട് എ ബിനെ റൂട്ട് മാറ്റിയിട്ട് പവർ ആക്കുന്നു കേട്ടോ. എ റേസ് ടു n plus 1 plus b റേസ് ടു n plus 1 divided by a raised to n plus b raised to n equal to a b raised to എന്ത് എഴുതാൻ പറ്റും? റൂട്ടിന് പകരം എന്ത് വരും അസ്ലമേ? റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? എ ബിക്കാണോ? എടാ റൂട്ട് എ ബിയുടെ റൂട്ട് മാറ്റി കഴിഞ്ഞാൽ എന്തെന്ന് കൊടുക്കാമെന്ന അതിന് ഈക്വൽ ആയിട്ട് എന്ത് എഴുതാം? സ്ക്വയർ കൊടുക്കാൻ ആ സ്ക്വയർ റൂട്ട് മാറ്റി കഴിഞ്ഞാൽ എന്തെന്ന് എഴുതാന്നാണ് ചോദിക്കുന്നത്. പകരം എന്താ ഫിദ? ab raised to 1/2 ആണോ? ab raised to 1/2. ഓക്കെ, ഇതൊക്കെ അനേകം പ്രാവശ്യം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാ. ab raised to 1/2 എന്നാവും. റൂട്ട് മാറ്റി കഴിഞ്ഞാൽ ab raised to 1/2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു കേട്ടോ, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കണ്ടിരുന്നോളുക, കഴിഞ്ഞിട്ട് എഴുതാം. a raised to n plus 1 plus b raised to n plus 1 equal to ഇതും കൂടെ മൾട്ടിപ്ലൈ ആണ്. a raised to n plus b raised to n into ab raised to half. അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. റൂട്ട് മാറ്റിയിട്ട് റേസ് ടു ഹാഫ് എന്നായി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. ദാറ്റ് ഈസ് a raised to n plus 1 plus b raised to n plus 1 equal to ഈ a raised to n ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ab raised to half നെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തേക്കാം. ab raised to half നെ a raised to half b raised to half എന്നാക്കാം കേട്ടോ. ഇനി പുറത്ത് ab the whole raised to half, ab the whole raised to half നെ a raised to half b raised to half എന്നാക്കി കേട്ടോ. അതിന് കുഴപ്പമില്ലല്ലോ. ab the whole square എന്ന് പറഞ്ഞാൽ a square b square ആണ്. അപ്പൊ a raised to half b raised to half. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞു തന്നെ ജമീലത്തെ. ഈ a raised to n കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? a raised to n കൊണ്ട് ഈ പുറത്തേക്കുള്ള ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? ഞാൻ സൈഡിൽ എഴുതാം. അതായത് a raised to n into a raised to half b raised to half. ഇത് എത്ര കിട്ടുമെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അത് a raised to m into a raised to n എന്നുള്ള ഫോം. അതെ, ശരി. അത് അപ്ലൈ ചെയ്ത് പറഞ്ഞു. എന്ത് കിട്ടും? a raised to half ആണോ? a raised to half ഓ? അപ്പൊ a raised to n ഉം b raised to half ഒക്കെ എങ്ങോട്ടാ പോയത് ജമീലത്തെ? a raised to half ആവണ എങ്ങനെയാ? a raised to n plus 1/2. a raised to n plus 1/2. തീർന്നോ? b raised അല്ല b raised to n plus 1/2. എങ്ങനെയാ? സോറി, b raised to 1/2. b raised to 1/2 ആദ്യത്തെ രണ്ടും കൂട്ടിന്നേ. a raised to n ഉം a raised to half മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ a raised to n plus 1/2 ആയി. a raised to m into a raised to n, a raised to m into a raised to n, a raised to m plus n. പിന്നെ ഒരു b raised to half കൊണ്ടത് പുറത്ത് കൊടുത്തു. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a raised to n plus half b raised to half എന്നാവും. പ്ലസ് ഇനി ഈ b raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഇതുപോലെ ഇങ്ങോട്ട് b raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ b raised to n into a raised to half
ബി റേസ് ടു ഹാഫ്. ഇതെന്ത് വരും? അതെന്തായിരിക്കും ഷാഹിൻ ഷാ? a raised to n plus half b raised to 1 by 2 plus a raised to 1 by 2 b raised to n plus half. എ റേസ് ടു എൻ പ്ലസ് ഹാഫും ബി റേസ് ടു എൻ പ്ലസ് ഹാഫും ഉണ്ടോ? രണ്ടിനും എൻ പ്ലസ് ഹാഫ് ഉണ്ടോ? അത് എന്തൊരു പോതെ? എന്താ a raised to n plus 1 by 2. ആ എ റേസ് ടു എൻ നിനക്ക് എവിടെന്നാ കിട്ടിയേ? എ റേസ് ടു എൻ പ്ലസ് 1 by 2 എ റേസ് ടു എൻ എവിടെന്നാ കിട്ടിയേ? b raised to n. ബി റേസ് ടു എന്നിൽ എ റേസ് ടു എൻ ഉണ്ടോ? ഇതെന്തെല്ലാം മണ്ടത്തരങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇല്ലാത്ത സാധനം നിങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കണേ? അവിടെ എ റേസ് ടു എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഇല്ല. ആ ഇല്ലാത്ത പിന്നെ എടുത്ത് എവിടെ നിന്ന് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണേ? ആ ഉള്ളതൊക്കെ പറഞ്ഞെങ്കിൽ ഉള്ളത് വെച്ച് പറഞ്ഞേ. നീ കരയാണ്ട് ഉത്തരം പറയടാ. അതെ കറക്റ്റ് ആയിട്ട് അറിയില്ല സാർ. എന്ത് കഷ്ടമാണ്. ഹാഷിമേ ആ പറയടാ. എവിടെയാടാ എ റേസ് ടു എൻ? എനിക്ക് കാണാൻ അറിയാമല്ലാത്തതാണോ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലാത്തതാണോ? ഞാൻ കാണാൻ ആ എ റേസ് ടു 1 by 2 പിന്നെ പ്ലസ് അത് ഇൻറ്റു ഇൻറ്റു ബി റേസ് ടു 1 by 2. ബി റേസ് ടു 1 by 2. അപ്പൊ ഈ ബി റേസ് ടു എന്നെ തന്നെ ഇത് തൂക്കി വിട്ടോ? എടാ ബി റേസ് ടു എങ്ങോട്ട് പോയി? അപ്പൊ എ റേസ് ടു 1 by 2 ഇൻറ്റു ബി റേസ് ടു എൻ ആണ്. അപ്പൊ ബി റേസ് ടു ഹാഫ് കൂടെ പോയി. അല്ല ബി റേസ് ടു എൻ പ്ലസ് 1 by 2. ആ ബി റേസ് ടു എൻ പ്ലസ് 1 by 2. ഇതിടെ ഇത്ര സമയം വേണ്ടത് പറയണ്ടേ? ഒരെണ്ണം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചോദിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചല്ല ഇരിക്കണേ എന്നുള്ളത് അതിന്റെ അർത്ഥം. ആദ്യത്തെ പറയാൻ പറ്റാത്തത് ഓക്കെ, ആദ്യത്തെ പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് സമ്മതിക്കാം. അതെങ്ങനെയാ എഴുതിയെന്നുള്ളത് പറഞ്ഞു തന്നു, അത് നമ്മൾ എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പറയുന്നത് കേൾക്കുന്നില്ല, വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല കേട്ടോ മക്കളെ. രണ്ടാമത്തെ കാണുമ്പോൾ എ റേസ് ടു ഹാഫ് ബി റേസ് ടു എൻ പ്ലസ് 1 by 2 എന്ന് വരും. ശരി, ഇനി ഈ എയുടെ പവർ വരുന്ന ടേംസ് എല്ലാം ഞാൻ ലെഫ്റ്റ് സൈഡിലാക്കുന്നു കേട്ടോ. ബിയുടെ പവർ വരുന്ന റൈറ്റ് സൈഡിലേക്ക്. അതായത് ചുരുക്കി പറഞ്ഞാൽ കണ്ടിരുന്നുള്ളുക എ റേസ് ടു എൻ പ്ലസ് 1 ഈ ടേമിനെ ഇപ്പുറത്തേക്ക് ഉണ്ട് കേട്ടോ. മൈനസ് എ റേസ് ടു എൻ പ്ലസ് ഹാഫ് ബി റേസ് ടു ഹാഫ് ഈക്വൽ ടു എ റേസ് ടു ഹാഫ് ബി റേസ് ടു എൻ പ്ലസ് ഹാഫ്. ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു മൈനസ് ബി റേസ് ടു എൻ പ്ലസ് 1. അതായത് എയുടെ പവർ കൂടുതലുള്ള രണ്ട് ടേം എ റേസ് ടു എൻ പ്ലസ് 1ഉം ഞാൻ ടിക്കടാം. ഈ എ റേസ് ടു എൻ പ്ലസ് 1ഉം എ റേസ് ടു എൻ പ്ലസ് ഹാഫ് ബി റേസ് ടു ഹാഫ് അതിനെ രണ്ടിനെ ഒരു സൈഡിലാക്കി. ദെൻ അതുപോലെ തന്നെ ബിയുടെ പവർ കൂടുതലുള്ള രണ്ട് ടേമിനെ മറു സൈഡിലേക്ക് മാറ്റി എഴുതി. ഇനി കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കണ്ടിരുന്നുള്ളുക. ഇതൊക്കെ കാൽക്കുലേഷൻ ഇന്ന് ചെയ്ത പ്രോബ്ലം ഒന്നും ഇന്ന് ഇതിനകത്ത് ഏതാണ്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ട കാൽക്കുലേഷൻ സിമ്പിൾ ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതിന്റെ എല്ലാം കാൽക്കുലേഷൻ നിങ്ങൾ തെറ്റിക്കും.
ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് തെറ്റിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. ചെയ്ത് പഠിച്ചോളുക. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിനകത്ത് എന്ത് കോമൺ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു തന്നെ. ലെഫ്റ്റ് സൈഡിൽ 2 ടേം ഉണ്ട്. a⁻n+1 a⁻n+½ b⁻½ ഈ രണ്ടിൽ നിന്നും എന്ത് കോമൺ ആയിട്ട് എടുക്കാം? ഈ ലെഫ്റ്റ് സൈഡിലെ 2 ടേമിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം? അതാണ് എനിക്ക് അറിയേണ്ടത്. എന്തായിരിക്കും മിറനെ? മെറിൻ, സാർ കേക്കാവോ? ഞാൻ ഇത്ര നേരം എവിടെയായിരുന്നു മെറിൻ? ഞാൻ എന്തോരം നേരം വിളിച്ചോളും കേട്ടോ. എനിക്ക് ഭയങ്കര കട്ടായി കേൾക്കണം. ലാസ്റ്റ് ആയിട്ട് മെറിന്ന് വിളിച്ചത് ഇപ്പഴാ വന്നേ. ശരി ശരി. ഒന്നോടെ ക്വസ്റ്റ്യൻ പറയാവോ? അത് നീ പറഞ്ഞപ്പോഴേക്കും ഒത്തിരി സമയം എടുക്കും പറയും. ജമീലത്തെ പറഞ്ഞ ആൻസർ ആലോചിച്ചിട്ട് പറയാട്ടോ. എന്ത് കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം? a⁻n+1 a⁻n+½ b⁻². ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എക്സ് ഒരു ടേമിനകത്ത് x² ഉണ്ട്, അടുത്ത ടേമിനകത്ത് x³ ഉണ്ട്. കോമൺ ആയിട്ട് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെടുക്കും? കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറഞ്ഞതിനകത്ത് ഏത് പുറത്തെടുക്കും ജമീലത്തെ? x². പവർ ചെറുതല്ലേ പുറത്തെടുക്കണത്? പവർ ചെറുതായിട്ടുള്ളതേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആലോചിച്ച് പറഞ്ഞു. ഈ 2 ടൈമിനകത്ത് അപ്പൊ നമുക്ക് എന്ത് പുറത്തെടുക്കാൻ പറ്റും? ഒരിടത്ത് എയുടെ പവർ n+1 ആണ്, മറു സൈഡ് അടുത്തതിനകത്ത് എയുടെ പവർ n+½ ആണ്. n+1ഉം n+½ a⁻n+1 a⁻n+½ അതിനകത്ത് ഏത് പുറത്തെടുക്കാം? ഏതാ ഇതിനകത്ത് ചെറുത് ജമീലത്തെ? അല്ലേ? n+½ നിങ്ങൾ ഈ പകുതി കളയണേ എവിടെയാ നീ? n+½ a⁻n+½ ആണ് ചെറുത്. a⁻n+½ ഞാൻ ഇവിടുന്ന് ഔട്ട് സൈഡ് എടുത്തു. a⁻n+½ ഇനി ബാക്കി എന്തുണ്ടെന്ന് പറഞ്ഞു? ആദ്യത്തെ ടേമിൽ ബാക്കി എന്തുണ്ട്? എന്തോരം ജമീലത്തെ ബാക്കി എവിടെ? a⁻n+1 ആകെ a⁻n+1 അല്ലേ ഉള്ളൂ അവിടെ. a⁻n+1 നിന്ന് a⁻n+½ പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഉള്ളതെന്ന്? ഈ ആദ്യത്തെ ടേമിനകത്ത് ഈ ആദ്യത്തെ ടേമിൽ ബാക്കി എന്തുണ്ട്? b⁻². അത് എവിടെയാ മോളെ ബി? അതിനകത്ത് എവിടെയാ മോളെ ബി? ആ ടേമിനകത്ത് ബി കാണുന്നുണ്ടോ ജമീലത്തെ? ഉണ്ടോ? ഒന്നാമത്തെ ടേമിനകത്ത് ബി ഉണ്ടോ? നിങ്ങൾ എങ്ങനെ, നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കണം ഇങ്ങനത്തെ മറുപടി പറയാനായിട്ട്? ഉള്ള കാര്യം ഇപ്പൊ തെറ്റിപ്പോണെങ്കിൽ സമ്മതിക്കാം, ഇല്ലാത്തത് നിങ്ങൾ എങ്ങനെ പറയണോ? നിങ്ങൾക്ക് ഭയങ്കര കഴിവാട്ടോ അതിന്. അവിടെ ഇല്ലാത്തതാണ് ആൻസർ ആയിട്ട് പറയുന്നത്. ഒരാളല്ല, എല്ലാവരും അതെ. ജമീലത്തെ അവിടെ ഉണ്ടോ? ബി ഉണ്ടോ അവിടെ? രണ്ടാമത്തെ ടേമിൽ ബി ഉണ്ട്. -b⁻². ഇത് ഞാൻ സംഭവിച്ചു. രണ്ടാമത്തെ ടേമിൽ എഴുതി ജമീലത്ത് പറഞ്ഞ b⁻². അവിടെ ഒരു b⁻² ഉണ്ട്. ആദ്യത്തെ ടേമിൽ ബാക്കി എന്തുണ്ട്? 1 കൊടുത്തു കഴിഞ്ഞാൽ 1 × a⁻n+2 1 × a⁻n+1/2 എന്ന് പറഞ്ഞാൽ a⁻n+1/2 അല്ലേ ജമീലത്തെ? a⁻n+1 എത്തുമോ? ⅙ a⁻n+1/2 a⁻n+1/2 ആണ്. 1 എത്തില്ല. സോറി, n+1 എത്തില്ല. എന്തായിരിക്കും വിശാലെ? സാറേ എനിക്ക് വീണ്ടും ഡൗട്ടായി പോയി, അറിയാം. അതുകൊണ്ടാ കൈ താത്തിയ. അത് നീ കൈ പൊക്കിയതേ ഞാൻ കണ്ടില്ലായിരുന്നു.
ആണോ? നീ പറഞ്ഞോ, അല്ലാണ്ട് തന്നെ ചോദിച്ചോ നിന്നോട്. A ഇവിടെ n+1 നിന്ന് n+12 പുറത്തെടുത്ത പിന്നെ ബാക്കി എത്രയുണ്ടെന്ന്? ആ 1-ന് പകരം ഹാഫ് വന്നറിയാം. അപ്പൊ അവിടെ ബാക്കി എന്ത് വരും എന്ന് പറഞ്ഞാതിരിക്കുക. 0/12 എന്നല്ലാണോ? അല്ല 1/12 എന്നാണോ? 1/1/2 1/2 മുകളിൽ 1/2 ആണോ? അല്ല എടാവേ അത് a-യാടാവേ. a/1/2 a/m × a/n അല്ലേ a/m+n. അതെ അതെ. a/m × a/n. അപ്പൊ n+12 ഹാഫും കൂട്ടുമ്പോൾ n+1 വരും. ഈക്വൽ ടു ഇപ്പറേ മറുസൈഡിൽ എന്ത് പുറത്തെടുക്കാം? മറുസൈഡിൽ നമ്മൾ എന്ത് കോമൺ ആയിട്ട് പുറത്തെടുക്കും? എന്തെടുക്കാം മിർസ, പറഞ്ഞോ. b/n+1/2. b/n+1/2 എടുത്താൽ പിന്നെ ബാക്കി എന്തുണ്ട്? a/12 - b/12. a/12 - b/12. ശരി. അപ്പോൾ ഈ a/12 - b/12 രണ്ടിടത്തും വെട്ടിപ്പോകും കേട്ടോ. രണ്ടിടത്തും കോമൺ അല്ലേ, അതങ്ങ് ക്യാൻസൽ ആയി പോയിക്കോളും. a/12 - b/12 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞിട്ട് ബാക്കി a/n+12 ഈക്വൽ ടു b/n+12 എന്ന് വരും. a/n+12 ഈക്വൽ ടു b/n+12. സാറേ ഈ a/12 എങ്ങനെ വന്നതിന്റെ ഉള്ളില്? എടാ നിന്റെ കയ്യിലേ 100 ഉണ്ട്. 100-നകത്ത് 99 പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? അര. അത്രേ ഉള്ളൂ. അപ്പൊ 1.5 അല്ല ഉണ്ട്. അല്ല 1/1/2 അല്ല ഉണ്ട്. 1/1/2 അല്ല ഉണ്ട്. എടാ 1/1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/1 1/1/2. എടാ a/100 എന്ന് പറഞ്ഞാൽ a/90 ഇൻറ്റു a/10 അല്ലാണ്ട് 1/10 അല്ല. അപ്പൊ ഇത് ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യുമ്പോ a² ആവൂലേ? സുല്ല, ഞാൻ ഈ കളിക്കില്ല. നിന്റെ കൂടെ കളിക്കാൻ ഞാനില്ലടാ. അങ്ങനെയാ വരില്ലടാ. ഐഡന്റിറ്റി പഠിക്കുക നിങ്ങൾ ആദ്യം. a/m ഇൻറ്റു a/n എന്ന് പറഞ്ഞാൽ a² എന്നല്ല, a/m ഇൻറ്റു a/n. ഞാൻ ഇതൊരു 250ാമത്തെ പ്രാവശ്യം നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞത്. a/m ഇൻറ്റു a/n എന്ന് പറഞ്ഞാൽ a/m+n അല്ലാണ്ട് 2a ഇല്ല. ഈ ഐഡന്റിറ്റീസ് എക്സ്പോണൻസിന്റെ റൂൾ ഒന്നും അറിയാമ്പളത്തിന്റെ കുഴപ്പമായത്. എടാ അറിയാമ്പളത്തൊരു കാര്യം പറഞ്ഞു തരുമ്പോ അന്നേരെങ്കിലും പഠിക്കണം കേട്ടോ. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല ഞാനിപ്പോ ഇത് പറഞ്ഞു. ഞാൻ എല്ലാ ക്ലാസ്സിലും ഇത് പറയുന്നുണ്ട്. എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്. a/m ഇൻറ്റു a/n അത് a/m+n ആണ്, അല്ലാണ്ട് a² ഇല്ല. അപ്പൊ നേരത്തെ ചോദ്യത്തില് a² 6 പുറത്തേക്ക് എടുത്തപ്പോ അവിടെ 1 വന്നത്. അതുകൊണ്ടാണ് ഡൗട്ടായത്. അല്ല ഒരു ടൈം കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ 1 അല്ലേ വരുള്ളൂ. അല്ല ഇവിടെ പോയില്ലേ? ഇവിടെ പോയില്ലടാ. ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പറയാം. നീ തൽക്കാലം ഇതാന്ന് ഓർക്ക്. ഞാൻ ഈ പ്രോബ്ലം എത്തിക്കട്ടെ എന്നിട്ട് പറയാം കേട്ടോ. ശരി, ഈ പ്രോബ്ലം കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ a/12 - b/12 ഞാൻ രണ്ടിടത്തും വെട്ടിക്കളഞ്ഞു. അതിനുശേഷം a/n+2 ഈക്വൽ ടു a/n+12 ഈക്വൽ ടു b/n+12 എന്നായില്ലേ? ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു മക്കളെ. അപ്പോൾ a/n+12 ബൈ b/n+12 എന്ന് പറഞ്ഞാൽ 1 ആണ്. ശരിയാണോ? a/n+12 b/n+12 ഈക്വൽ ആണെന്ന്. അപ്പൊ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 എന്ന് കിട്ടും. ഈ n+12 രണ്ടിനും കോമൺ ആലോ. അപ്പൊ അതിനെ എനിക്ക് ഇങ്ങനെ എടുക്കാം, a/b the whole raised to n+12 എന്ന് എടുക്കാം, ഈക്വൽ ടു 1. ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്ന n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് കേട്ടോ. n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. a+b the whole raised to n+12 ഈക്വൽ ടു 1. ഇത് 1 ആവണമെങ്കിൽ n+12 എത്രയാവണമെന്ന് പറഞ്ഞു തരാമോ?
ഇതിന്റെ വാല്യൂ 1 ആവണമെങ്കിൽ n+12 എത്രയായിരിക്കും? a by b the whole raised to n+12 equal to 1 ലെത്തി നമ്മൾ. a by b the whole raised to n+12 equal to 1. ഇത് എപ്പോഴാ 1 ആവണത്? ശരി പറഞ്ഞു റിസ്വിന്, എപ്പോഴായിരിക്കും 1 ആവണത്? n+1/2 0 ആകുമ്പോഴല്ലേ? എനിത്തിങ് റേസ് ടു 0 1 ആണ് കേട്ടോ. എനിത്തിങ് റേസ് ടു 0 ഈക്വൽ ടു 1. a plus b the whole raised to 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. a plus b the whole raised to 0 ഇത് 1 കിട്ടണമെങ്കിൽ n+12 ഈക്വൽ ടു 0 വരണം. അപ്പോൾ n ഈക്വൽ ടു -12 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. n ഈക്വൽ ടു -12 വരും. എഴുതിയാർന്നോ? കുറെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തേ. ആദ്യ ഭാഗം എഴുതിയേക്കണെയാണോ? സ്ക്രോൾ ചെയ്യാൻ വേണ്ടി ചോദിക്കണതാ. പെട്ടെന്ന് മറുപടി പറ. എന്താണ് ഫിദ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യണം. കഴിഞ്ഞോ? കഴിഞ്ഞോ മക്കളെ? അംജിത്തെ
ശരി, ഞാൻ ചോദിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ്റ്റ് 4 ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് പറഞ്ഞ് എന്ത് പുറത്തെടുക്കുക അതിനകത്ത്? എക്സ് സ്ക്വയർ പുറത്തെടുക്കും. ശരി, എക്സ് സ്ക്വയർ പുറത്തെടുത്തിട്ട് ബാക്കി പറഞ്ഞേ. 1 പ്ലസ് എക്സ് സ്ക്വയർ. വീണ്ടും എക്സ് എങ്ങനെയാ വന്നേ? നീ ഇവിടെ പുറത്ത് എക്സ് എടുത്തിട്ടില്ലേ? ഇപ്പുറത്ത് സ്ക്വയർ ഇല്ലല്ല, മറ്റേ റേസ്റ്റ് 4 അല്ലേ? അതാ ഞാൻ അല്ല, നീ എക്സ് ഇവിടെ പുറത്തെടുത്തല്ലോ, എക്സ് ഇവിടെ വന്നല്ലോ, പിന്നെ ഇവിടെ 1/2 എന്ന് കൊടുത്താ പോരെ? അത് ഞാൻ അത് ശരിയല്ലേ? അതുപോലെ പെട്ടെന്ന് പറഞ്ഞ സമയമില്ല. അത് ശരിയല്ലേ? ശരിയാണോ? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് തിരിച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ്റ്റ് 4 എന്ന് തന്നെ പറഞ്ഞേ. അതെങ്ങനെയാ വന്നെ? 2 + 2. 2 + 2ഓ? എടാ, ഇത് 1 സ്ക്വയർ എന്ന് ഞാൻ 1 അല്ലേ? അല്ല, അത് 1 ആക്കണ്ടല്ലോ. അത് ആക്കിയാലും ഇല്ലെങ്കിലും അത് 1 അല്ലേ? 1 സ്ക്വയർ 1 അല്ലേ? ആക്കണ്ട, 1 സ്ക്വയർ 1 ആലോ. അല്ല, ആക്കാതെ 2 അവിടെ ഇട്ടാ പോരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്താ? ആക്കാതെ ഇടാൻ പറ്റില്ലല്ലോ. എക്സ് സ്ക്വയറിനെ നീ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോണത്. എക്സ് സ്ക്വയറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് അല്ലെങ്കിൽ 1 സ്ക്വയർ ഉണ്ട്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. എക്സ് സ്ക്വയറിന്റെ 1 എക്സ് സ്ക്വയർ തന്നെ കിട്ടും. എക്സ് റേസ്റ്റ് 4 ആവില്ല. ഇത് എക്സ് റേസ്റ്റ് 4 ആവണമെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ തന്നെ വേണം കേട്ടോ. പിന്നെ ഒന്നിട്ട നീ ആദ്യം എനിക്ക് അങ്ങനെയല്ലേ പറഞ്ഞു തന്നത്? നീ എന്നോട് ചോദിച്ചു അവിടെ എ പുറത്തേക്ക് എടുത്തില്ല, പിന്നെ എന്തിനാ എന്നല്ലേ എന്നോട് ചോദിച്ചത്? എടാ, അങ്ങനെ ചുമ്മാ 1 ഇടാൻ പറ്റില്ല, അവിടെ ഉള്ള സാധനം വേണം കേട്ടോ. എക്സ് റേസ്റ്റ് 4 നിന്ന് എക്സ് റേസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ എക്സ് 4 പ്രാവശ്യം. n+1 ഒക്കെ വിട്ടേരെ. എക്സ് റേസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ എക്സ് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ഉള്ളൂ. അതിനകത്ത് 2 പ്രാവശ്യം പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ബാക്കി 2 എക്സ് അവിടെ ഉണ്ട്. എക്സിന്റെ എക്സ് ഉണ്ട്, അപ്പൊ എക്സ് സ്ക്വയർ വരും കേട്ടോ, അല്ലാണ്ട് 1 സ്ക്വയർ അല്ല. നീ ആ രീതിയിൽ എന്നോട് ആദ്യം പറഞ്ഞത്. ഇത് നീ ആലോചിച്ച് നോക്ക്, ആലോചിച്ച് നോക്കിക്കോ കേട്ടോ. ആലോചിച്ച് നോക്കിട്ട് നാളെ ചോദിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30 ആട്ടോ മക്കൾ ഇനി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 30. ക്വസ്റ്റ്യൻ നമ്പർ 30. Question number 30. Number of bacteria in a certain culture doubles every hour. Number of bacteria in a certain culture doubles every hour. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ബാക്ടീരിയയുടെ എണ്ണം ഇരട്ടിയാകുമെന്നാണ് പറഞ്ഞേക്കണത് അല്ലെ? ഇരട്ടിയാകും. If there are 30 bacteria present in the culture originally. ഇപ്പോൾ നിലവിൽ 30 ബാക്ടീരിയ ഉണ്ട്. How many bacteria will be present in the end of second hour? End of second hour, end of fourth hour and nth hour. 3 കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. ഒരു കൾച്ചർ ടെസ്റ്റ് ആണ്. അതിനകത്ത് ബാക്ടീരിയയുടെ എണ്ണം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും നമ്പർ ഓഫ് ബാക്ടീരിയ ഇൻ എ സർട്ടൻ കൾച്ചർ ഡബിൾസ് എവരി അവർ എന്നാ പറഞ്ഞത് കേട്ടോ. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ബാക്ടീരിയയുടെ എണ്ണം ഡബിൾ ആയിക്കൊണ്ടിരിക്കും. ആദ്യം എന്തോരം ബാക്ടീരിയ ഉണ്ടെന്നാ പറഞ്ഞേക്കണത്? ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിനകത്ത് 30 ബാക്ടീരിയ ആണ് കേട്ടോ. അതായത് ഫസ്റ്റ് ടൈം A = 30 ആണ്. A = 30. നിലവിൽ 30 ബാക്ടീരിയ ഉണ്ട്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അത് ഡബിൾ ആവുന്ന പറഞ്ഞേക്കണേ. അപ്പൊ കോമൺ റേഷ്യോ എത്രയാന്ന് പറയാമോ? കോമൺ റേഷ്യോ R = ഒരു മണിക്കൂർ കഴിയുമ്പോൾ എത്രയാവും അത്? ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ബാക്ടീരിയ ഡബിൾ ആവുന്ന. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ബാക്ടീരിയ. ഇപ്പൊ 30 ബാക്ടീരിയ ഉണ്ട്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ എത്രയാവും? എത്ര? 60. 2 മണിക്കൂർ കഴിയുമ്പോഴോ എത്രയാ മോനെ? ഓക്കെ, 120. 2 മണിക്കൂർ കഴിയുമ്പോൾ 120. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ബാക്ടീരിയ ഉള്ളതിന്റെ ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ R എത്രയായിരിക്കും? ഇവിടെ R എത്രയാ? 2. R = 2 ആണ് കേട്ടോ.
നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ എങ്ങനെയാന്നേ, തുടക്കത്തിൽ 30 ബാക്ടീരിയ ഉണ്ട്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ബാക്ടീരിയ ഡബിൾ ആവുന്നു. ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ബൈ 2. ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 ആണ്. അപ്പോൾ R ഈക്വൽ ടു 2 ആണ്. R ഈക്വൽ ടു 2 ആണ്. നമ്മളോട് എന്തൊക്കെയാ ചോദിച്ചേക്കണത്? ഹൗ മെനി ബാക്ടീരിയ വിൽ ബി അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് അവർ. സെക്കൻഡ് അവർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അവർ അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് അവർ. എൻഡ് ഓഫ് സെക്കൻഡ് അവർ എന്ന് പറഞ്ഞാൽ ഏത് വരും? ഏത് കണ്ടുപിടിക്കണം? ബാക്ടീരിയ പ്രസന്റ് അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് അവർ. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ബാക്ടീരിയ അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് അവർ. ഏതായിരിക്കും? ഏതാഷ്കറെ? A3 ആണോ? A3 ആണ്. A3 ആണ്. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയോക്കളെ. തുടക്കത്തിൽ 30 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇനിഷ്യലി 30 ഉണ്ട്. 1 മണിക്കൂർ, അതാണ് ഫസ്റ്റ് ഡേ. 1 മണിക്കൂർ കഴിയുമ്പോൾ അത് സെക്കൻഡ് ടൈം ആയി. 2 മണിക്കൂർ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് ടൈം ആണ് കേട്ടോ. A3 ആണ് നമുക്ക് കാണേണ്ടത്. A3 കണ്ടുപിടിക്കുക. A3 ഈക്വൽ ടു AR സ്ക്വയർ. AR സ്ക്വയർ ഈക്വൽ ടു A അറിയാലോ, 30 ഇൻറ്റു R സ്ക്വയർ 2 സ്ക്വയർ 120. 30 ഇൻറ്റു 4 120 വരും. ബാക്ടീരിയ അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് അവർ. അടുത്തത് ബാക്ടീരിയ അറ്റ് ദി എൻഡ് ഓഫ് ഫോർത്ത് അവർ ആണ്. ഫോർത്ത് അവർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അപ്പൊ 4 മണിക്കൂർ കഴിയുമ്പോൾ. 4 മണിക്കൂർ കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ എത്രാമത്തെ ആവും ആതിര? A6. അതെങ്ങനെയാ നമ്മളെ കിട്ടിയേ? അതെങ്ങനെ കിട്ടിയ ആതിര? 2 മണിക്കൂർ കഴിയുമ്പോ A3 അല്ലേ? 2 മണിക്കൂർ കഴിയുമ്പോൾ A3 ആണ്. 3 മണിക്കൂർ കഴിയുമ്പോഴോ? A4. 4 മണിക്കൂർ കഴിയുമ്പോഴോ? A5. A5. 4 മണിക്കൂർ കഴിയുമ്പോൾ A5. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടോ നിങ്ങളോട് എല്ലാവരും ഞാൻ പറഞ്ഞു, നിങ്ങൾ ചുമ്മാ ഉത്തരം പറയരുത്, ആലോചിച്ച് നോക്ക്. ദൈവം എല്ലാവർക്കും ഒരേപോലത്തെ ബുദ്ധി തന്നിട്ടുണ്ട് കേട്ടോ. ആലോചിച്ച് നോക്കാത്തതിന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. ചുമ്മാ ചാടിക്കറി പറയരുത്. A5 കാണണം. A5 ഈക്വൽ ടു AR raised to 4. 30 into 2 raised to 4. 30 into 2 raised to 4 equal to 30 into 2 raised to 4. 16 വരും അല്ലേ? 30 into 16. 480 ആണോ നോക്കി. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്തെന്താണ്? nth hour. nth hour. ബാക്ടീരിയ അറ്റ് ദി എൻഡ് ഓഫ് nth hour. ഇതെന്തായിരിക്കും? nth hour എന്തായിരിക്കും അൻസാഫെ? AN + 1 ആണോ? AN + 1. AN + 1. അപ്പൊ ഏതൊരു ഫോർമുല അനുസരിച്ച് AR raised to N + 1. AR raised to N - 1 ആണോ? എടാ N + 1 ടൈം കാണാനുള്ള ഫോർമുല എന്താ? N. AR raised to N. A എത്രയാണ് നമുക്കറിയാലോ? A ഈക്വൽ ടു 30. 30 ഇൻറ്റു R2 ആണ്. 30 ഇൻറ്റു 2 raised to N. എനിക്ക് കൃത്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്താനേ പറ്റുള്ളൂ കേട്ടോ. 30 ഇൻറ്റു 2 raised to N. Question number 31 വായിച്ചോളൂ കേട്ടോ. Question number 31. What will ₹500 amounts to in 10 years?
what will rupees 500 amounts to in 10 years after its deposit in a bank? What will rupees 500 amounts to in 10 years after its deposit in a bank, which pays annual interest rate of 10% compounded annually? Compound interest ആണ് കേട്ടോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ GP ആട്ടോ മക്കളെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും കാണാനായിട്ടുള്ള ഫോർമുലയൊക്കെ. 500 രൂപ 10 വർഷത്തേക്ക് ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു കേട്ടോ. 500 രൂപ 10 വർഷത്തേക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ആനുവൽ ഇൻട്രസ്റ്റ് 10% ആണ്. ആനുവൽ ഇൻട്രസ്റ്റ് 10% ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. 500 രൂപ 10 വർഷത്തേക്ക് ഒരു ബാങ്കിൽ 10% ഇൻട്രസ്റ്റിൽ നിക്ഷേപിച്ചാൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിക്ഷേപിച്ചാൽ എന്തായിരിക്കും 10 വർഷത്തിന് ശേഷം കിട്ടുന്നത്? ഒരു ഫോർമുല ഉണ്ടല്ലോ. എന്താ ഫോർമുല? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല ശരി, എന്താ മിർസ? A is equal to P into 1 plus R by M raised to N. വെരി ഗുഡ്. A equal to ഇതാണ്ടോ മക്കളെ ഫോർമുല. A equal to ക്വസ്റ്റ്യൻ നമ്പർ 31. A equal to P into 1 plus R raised to N. A equal to P into 1 plus R raised to N. ഇതിനകത്ത് P എന്താണ്? P എന്താണ് മിർസ? Initial പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ഇനിഷ്യൽ എമൗണ്ട്. ആർ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്നോ? നമ്പർ ഓഫ് ഇയർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി പ്രിൻസിപ്പൽ എമൗണ്ട് 500 ആണ്. 1 പ്ലസ് ആർ എത്രയാ? ഇൻട്രസ്റ്റ് റേറ്റ് 10% അല്ലേ? അത് എത്ര വരും? 10/100. 10% 10/100 raised to n 10 വർഷത്തേക്കാണ്. അപ്പോൾ this is equal to 500 into 1 plus 0.1 raised to 10. That is 500 into 1.1 raised to 10 വരും. 500 into 1.1 raised to 10 അത്ര മതി. 500 into 1.1 raised to 10. സാറേ 10/100 എടുത്താനാ? പെർസെന്റേജ് അല്ലടാ, 10% ആയതുകൊണ്ടാണ് കേട്ടോ. 10/100 പെർസെന്റേജ് എപ്പോഴും 100ലാണ്. 10/100 0.1. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എയും ജിയും ആണ് കേട്ടോ. എയും നമുക്കില്ല, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. കഴിഞ്ഞു എല്ലാവരും? കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ അടുത്ത പേജ് എടുക്കുക കേട്ടോ. ചാപ്റ്റർ 10 സ്ട്രെയിറ്റ് ലൈൻസ്. Chapter 10 straight lines. Chapter 10 straight lines.
10th പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ചോദിക്കുന്നത് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എന്തിനായിരിക്കും റോസ്മരിയ? സർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. എന്ത് തന്നാൽ? എവിടെ നിന്ന് എവിടം വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ഡിസ്റ്റൻസ്? ഏതെങ്കിലും 2 പോയിന്റ് തന്നിട്ട് അതിലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. 2 പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ശരി, ഞാൻ തൽക്കാലം പോയിന്റ്സ് ഇങ്ങനെ പറയുന്നു. Px1y1 ഒരു പോയിന്റ്, Qx2y2 അടുത്ത പോയിന്റ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് PQ ഈക്വൽ ടു എത്രയായിരിക്കും? എത്രയായിരിക്കും റോസ്? ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, പോയിന്റ് Px1y1 ആൻഡ് Qx2y2, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ശരി, ശരിയാണെന്ന് അറിഞ്ഞൂടാ. ജാമ്യം അനുവദിച്ചിരിക്കുന്നു. x2 മൈനസ് x1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ അല്ലേ? y1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞോട്ടോ. സ്ക്വയർ മൊത്തത്തിലാണോ അത് x1 മാത്രമാണോ? അതല്ല, ഹോൾ സ്ക്വയർ. x2 മൈനസ് x1 the whole square plus y2 മൈനസ് y1 the whole square റൂട്ട് വേണോ? ഉണ്ടെന്ന് ഒന്ന് ആണോ? എന്നിട്ടേക്കാം. സംശയമാണെങ്കിൽ കുറയ്ക്കണ്ട, കൂടുതലാണെങ്കിലും കിടന്നോട്ടെ. റൂട്ട് ഇട്ടേക്കാം കേട്ടോ. റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കേട്ടോ. ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് ആവശ്യമാണ്. നമുക്കിനി 12ാമത്തെ ചാപ്റ്ററിനകത്ത് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുള്ള കുറെ കാര്യങ്ങൾ വരും കേട്ടോ. നമ്മുടെ 3D ഇൻട്രൊഡക്ഷൻ ടു 3D ജോമെട്രി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് കൂടുതലായിട്ട് കാര്യങ്ങൾ വരും. ഇവിടെ നമ്മൾ 2 ഡയമെൻഷനിലാണ് പഠിച്ചേക്കുന്നത്. 3 ഡയമെൻഷനിൽ ആവുന്നുള്ളൂ. 3 ഡയമെൻഷനിൽ ആകുമ്പോൾ ഒരു Z കോർഡിനേറ്റോടെയും കൂടുതലായിട്ട് വരും. Okay, distance between 2 points x1 y1 and x2 y2 is root of x2 minus x1 the whole square plus y2 minus y1 the whole square. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫോർമുല ഞാനൊന്ന് തിരിച്ചിടുന്നു. ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞു. ഈ ഫോർമുല തന്നെ PQ equal to root of x1 minus x2 the whole square plus y1 minus y2 the whole square എന്നാക്കി. ഇത് ശരിയാണോ? ഇങ്ങനെ കണ്ടുപിടിച്ചാലും മതിയോ? അത് തെറ്റല്ലേ? അതോ തെറ്റല്ലേ? തെറ്റാണ്. ശരിയല്ലേ? ശരിയല്ലേ സാർ? അത് ശരിയാണ്. തെറ്റാ. തെറ്റാണ്, ശരിയാണ്. എന്തില് എല്ലാത്തിനും ഏതായാലും 2 അഭിപ്രായം ഉള്ളത് നല്ലതാ. ആദ്യത്തെ ഫോർമുലയും 2ാമത്തെ ഫോർമുലയും തമ്മിൽ എന്നാ വ്യത്യാസം വന്നത്? വിശാലെ, എന്താടാ വ്യത്യാസം? അതല്ല, ഞാൻ നേരത്തെ കേട്ടേക്കണ്ട. പ്ലസിന്റെ കാര്യത്തിലാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നതിന് കുഴപ്പമില്ല. മൈനസിന്റെ വിഷയത്തില് വാല്യൂക്ക് മാറ്റം വരും എന്ന് കേട്ടേക്കണ്ടല്ലോ. മൈനസിന്റെ വിഷയത്തിൽ വാല്യൂസിന് മാറ്റം വരും. നീ കേട്ടേക്കണത് ശരിയാ. പക്ഷെ ഇവിടെ അത് മാത്രമല്ല, വേറെ സാധനം കൂടെ ഉണ്ട്. വേറെ സാധനം നോക്ക്, സൂക്ഷിച്ചു നോക്ക്. വേറൊരു സാധനം ഇവിടെ ഇട്ടിട്ടുണ്ട്. സ്ക്വയറാ? സ്ക്വയർ ഉണ്ട്. ഇപ്പൊ ശരിക്കും ഉണ്ടല്ലോ. 10 minus 5 എത്രയാടാ? 10 minus 5 5 സ്ക്വയർ എടുത്താലോ? 25. നേരെ തിരിച്ച് 5 minus 10 ആണെങ്കിലോ? -5. -5ന്റെ സ്ക്വയർ എടുത്താലോ? 25. രണ്ടും ഒന്നല്ലേ? അതെ. അപ്പൊ തിരിച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ. റൂട്ട് ഓഫ് x1 minus x2 the whole square. നേരെ തിരിച്ച് x1 minus x2 the whole square plus
y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്താലും ശരിയാണ്. അതും ഡിസ്റ്റൻസ് ഫോർമുല തന്നെയാണ്. ഇനി ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിലോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി എക്സ് വൈ എന്നുള്ള പോയിന്റും ഒറിജിൻ 0 0 ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് വരും? ഒ പി. എന്തായിരിക്കും ഷാഹിൻ ഷാ? അത് സാർ മറന്നേ. ശരി, എന്താ റസുനെ? പെട്ടെന്നാവട്ടെ. x2 minus 0 whole square. അത് എത്രടാ? x2 ഇല്ല, ഇവിടെ എക്സ് പി എക്സ് വൈയും O0 0യും എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ എത്രയാ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ശരി, ഇത് ഫോർമുല എഴുതി കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ തരാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഴുതിയോ നിങ്ങള്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി x1 y1 ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി x1 y1 ആൻഡ് q x2 y2 ഈസ്. ഈ രണ്ട് ഫോർമുല എഴുതിക്കോളൂ കേട്ടോ, രണ്ടും ശരിയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി x1 y1 ആൻഡ് q x2 y2. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി x1 y1 ആൻഡ് q x2 y2. Distance between px1 y1 and qx2 y2 is pq equal to രണ്ട് ഫോർമുല എഴുതുക. അടുത്തായിട്ട് അതിന്റെ താഴെ എഴുതുക ഡിസ്റ്റൻസ് ഫ്രം pxy to origin O0 0 is OP equal to ഈ ഫോർമുല എഴുതുക. കഴിഞ്ഞല്ലോ. ഒരു എക്സാമ്പിൾ എഴുതിക്കേ. എക്സാമ്പിൾ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P34 and Q -2 -1. Find the distance between P34 and Q -2 -1. കണ്ടുപിടിച്ചോളൂ കേട്ടോ. Find the distance between these 2 points. Substitute ചെയ്ത് പറഞ്ഞേ അർജുനെ. PQ equal to പറയടാ. PQ is equal to root x2 minus x1 whole square. ഞാൻ ഫോർമുല എഴുതല്ല, ഞാൻ പോയിന്റ് പറഞ്ഞാൽ മതി. പോയിന്റ് പറഞ്ഞാൽ മതിയോ? -2. ശരി, -2 -3 ഹോൾ സ്ക്വയർ. എടാ -2 -3 ഇത്രയും പറയും. ഇനി ഒരു മൈനസ് വേണോ? അല്ല, വേണ്ട, ഇത്ര പോരെ? ശരി, ശരി. ഇനി പ്ലസ് -1 -4 ഹോൾ സ്ക്വയർ. ശരി, എത്ര വരും അത്? റൂട്ട് ഓഫ് -2 -3 -5 അല്ലേ? -5. അടുത്തതോ? പിന്നെ അത് -5 അല്ലേ? ശരി, അപ്പൊ എത്ര വരും? റൂട്ട് ഓഫ് 25 + 25 50 എന്ന് പറയും. റൂട്ട് 50 വേണമെങ്കിൽ q√5 എന്ന് എഴുതാം കേട്ടോ. q√5 അല്ല, 5√2 എന്ന് എഴുതാം. 5 × 5 25 × 2 5√2 എന്ന് വേണമെങ്കിൽ എഴുതാം. മിനിമം എത്രയെങ്കിലും എഴുതുക. റൂട്ട് 50.
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points. സർ എന്തോ സർ നമ്മളവിടെ യൂണിറ്റ് എഴുതില്ലേ, യൂണിറ്റ് എന്നും പറഞ്ഞു √50 യൂണിറ്റ്സ് എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. എഴുതിയില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഇല്ല ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. അടുത്തത് ഇച്ചിരി ഹെഡിങ് ആയിട്ട് കേട്ടോ, കൊളീനിയർ പോയിന്റ്സ്. കൊളീനിയർ പോയിന്റ്സ് ആദ്യത്തെ ഡിസ്റ്റൻസ് ഫോർമുലയായിരുന്നു, പഴയ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ, സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയണത്. കൊളീനിയർ പോയിന്റ്സ് എന്താണ്? കൊളീനിയർ പോയിന്റ്സ് പറഞ്ഞാൽ കൊളീനിയർ പോയിന്റ്സ് കേട്ടിട്ടില്ലേ? സ്കൂളിൽ ഉണ്ടാവുമല്ലോ, ഉണ്ട്. ഞാൻ സംശയം പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറയും. കൊളീനിയർ പോയിന്റ്സ് ഉണ്ട്. എന്താണ് കൊളീനിയർ? പേരിലുണ്ട്. കൊലീനിയർ പോയിന്റ്സ് എന്തായിരിക്കും ആൽഫിയ വിയറെ? കൊലീനിയർ പോയിന്റ്സ് പറഞ്ഞാ ഞാൻ കേട്ടിട്ടില്ല. എന്തോ? മനസ്സിലായില്ലല്ലോ മോളെ. രക്ഷയില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് കേട്ടോ, കേൾക്കാൻ പാടില്ല ആൽഫിയ. എന്തായിരിക്കും ഫിദ? കൊലീനിയർ പോയിന്റ്സ് അറിയില്ല. കൊലീനിയർ പേരിലുണ്ട്. കൊലീനിയർ ശരി, ആർക്കും അറിയാം? അൽസാഫെ? 3 points ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള പോയിന്റ്സ് ലൈ ഓൺ ദി സെയിം ലൈൻ എന്നാണ് അർത്ഥം കേട്ടോ. മ്യൂട്ട് ചെയ്യാം. 3 പോയിന്റ്സ് തന്നിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ ഒറ്റ ലൈനിലാണെന്നാണ് അതിന്റെ അർത്ഥം. കൊലീനിയർ പോയിന്റ്സ് ഒരു ലൈനിൽ ആണെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ 3 പോയിന്റ്സ് ഒരു ലൈനിലാണെങ്കിൽ ഇപ്പൊ ABC 3 പോയിന്റ്സ് എടുക്കുക, കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ, ഞാൻ പറഞ്ഞോളാം. ABC എന്ന 3 പോയിന്റ്സ്, ABC ഈ 3 പോയിന്റ് ഒരു ലൈനിലാണെന്ന് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഈ 3 പോയിന്റ് ഒറ്റ ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള മാർഗം എന്താ? ശരി, അഷ്കറെ പറഞ്ഞോ. 2 പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കുക, എന്നിട്ട് മറ്റേ 2 പോയിന്റ് കൺസിഡർ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് പഠിച്ചിട്ടുണ്ടോ? ഇപ്പോഴാണോ? നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ശരി, ശരി, സ്ലോപ്പ് വെച്ച് ചെയ്യാം കേട്ടോ. സ്ലോപ്പ് വെച്ച് ചെയ്യാം. അല്ലാണ്ട് മാർഗം, സ്ലോപ്പിലേക്ക് നമുക്ക് വരാം. അല്ലാണ്ട് മാർഗം പറയാമോ? സ്ലോപ്പ് വെച്ച് ചെയ്യാൻ നമുക്കത് പഠിക്കാനുണ്ട്. അല്ലാണ്ട് എന്തെങ്കിലും മാർഗം പറയാമോ? ശരി, ഫാത്തിമ പറഞ്ഞോ. ഫാത്തിമ? AB + BC AC ആയിരിക്കും. AB + BC കേട്ടോ. AB + BC = AC. ABയും BCയും കൂട്ടുമ്പോൾ AC കിട്ടുകയാണെങ്കിൽ ഈ 3 പോയിന്റും ഒരു ലൈനിലായിരിക്കും. AB + BC ഒറ്റ ലൈനിലാണെങ്കിൽ AB + BC = AC. ഇത് മാറ്റിയും പറയാം കേട്ടോ. ഈ B നടുക്ക് വന്നില്ലല്ലോ, C നടുക്ക് വരാം. C നടുക്ക് വന്നാൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഈ 3 പോയിന്റ് ഏത് ഓർഡറിലാണ് കിടക്കണേ നമുക്ക് അറിയാൻ പാടില്ലല്ലോ. ഈ 3 പോയിന്റ് ഏത് ഓർഡറിലാണെന്ന് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ എന്ത് കിട്ടിയാൽ മതി? ഇങ്ങനെയാ കിടക്കണമെങ്കിൽ AC + BC = AB എന്നായിരിക്കാം. ഇനി A നടുക്ക് വരാം. A നടുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബിയും ഇവിടെ സിയും ആയിക്കോട്ടെ. ഇങ്ങനെയാണെങ്കിലോ BA + AC = BC. ഇതിൽ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മതി കേട്ടോ. ഏതെങ്കിലും ഒന്ന് ശരിയായി കഴിഞ്ഞാൽ 3 പോയിന്റ്സും ഒറ്റ ലൈനിലായിരിക്കും. നമുക്കറിയില്ല A ആണോ നടുക്ക്, B ആണോ നടുക്ക്, നടുക്കല്ല ഇടയ്ക്കട്ടോ, A ആണോ B ആണോ C ആണോ ഇടയ്ക്ക് വരുന്നതെന്നറിയില്ല. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. 3 points A, B and C are collinear. 3 points A, B and C are collinear. ബ്രാക്കറ്റില് ലൈ ഓൺ ദി സെയിം ലൈൻ. നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എഴുതിക്കൊള്ളുക. 3 points A, B and C are collinear. 3 points A, B and C are collinear.
ബ്രാക്കറ്റില് ലൈ ഓൺ ദി സെയിം ലൈൻ. ഇഫ് ആ താഴെ 3 എഴുതി വെച്ചോളുക കേട്ടോ. ഈ 3 മാർക്ക് ചെയ്തിട്ട് എഴുതിയിട്ട് ലീവ് ചെയ്ത് കൊടുക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. Thank you, sir. ഓക്കെ. Thank you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay. Thank you. Okay. Thank you, sir. Okay. Thank you, sir. Okay. സർ ആ സർ ഈ സ്ലോപ്പ് ഒന്നും ഞങ്ങള് CBSE പഠിച്ചിട്ടില്ല കേട്ടോ. ഒരു കുഴപ്പമില്ല. സ്ലോപ്പ് എടുത്ത് എഴുതണം. ശരി, ഒരു കുഴപ്പമില്ല, ഞാൻ പഠിപ്പിക്കാം കേട്ടോ. ശരി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. സർ